കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലെ ജോയ്സ് ടിവിയിലൂടെയുള്ള എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവില് വളരെയധികം സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായി തീരുന്നെന്നും കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് ഭൂട്ടാന്റെ പ്രദേശത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും കൂടെ ഉള്ളതായ ഒരു ബോർഡറിലാണ് കർത്താവിന്റെ ദാസൻ താമസിക്കുന്നത്. രണ്ട് രാജ്യങ്ങളിലും ഒരുപോലെ സുവിശേഷം അറിയിപ്പാന് കർത്താവ് ആ പ്രിയ ദേവദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എങ്ങനെ ഉപയോഗിക്കുന്നു, കർത്താവിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നൊക്കെ ഉള്ളതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ആയിരുന്നാൽ അത് ഓരോ വ്യക്തികൾക്കും വളരെയധികം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, എന്തുകൊണ്ട് കർത്താവിന്റെ ദാസനെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നോ? ദൈവകൃപയാൽ നന്നായിട്ട് പോകുന്നു. ചർച്ചിനകത്താണേലും ദൈവം ഒരു വിശാലതയിലേക്ക് ഈ വർഷം പയ്യെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ചില വിഷനും ചില ടാർഗറ്റും കാര്യങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുകയും ചെയ്യുന്നു. ഫാമിലി ആയിട്ട് സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും കർത്താവിന് വേണ്ടി എങ്ങനെ വേർതിരിക്കപ്പെട്ടു എന്നുള്ളതും ഒക്കെ ബാല്യകാലം മുതലുള്ളതെല്ലാം കേൾക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവത്തിന് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പ്രിയ കർത്താവിന്റെ ദാസനായി സ്തോത്രം. കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോട് ആ ദേശത്ത് കർത്താവെ ഉപയോഗിക്കുമാറാകണം. ഞങ്ങളുടെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചാട്ട്. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ തന്നെ. നടത്തിയ വിധങ്ങളും വഴികളൊക്കെ കേൾക്കുവാന് പറയുവാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നാട്ട് സമ്പൂർണമായി ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓക്കെ, ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഭൂട്ടാൻ എന്നാണ് പറഞ്ഞത്. ദേവദാസൻ താമസിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഒന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞാട്ടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ആദ്യമേ ഞാൻ ജോയ്സ് ടിവിയോടും പാസ്റ്ററിനോടും ആന്റിയോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഞാനും ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ വളരെ പരിചിതനായ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ എനിക്കും ചില അപാകതകൾ ചിലപ്പോൾ സംസാരത്തിൽ വന്നേക്കാം. എല്ലാവരും കൃപയാൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യമേ എൻ്റെ പേര് ജിനോയ് എന്നാണ്. ഞാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്നാണ്. എൻ്റെ ഭാര്യ കോട്ടയംകാരിയാണ്. കോട്ടയം കഞ്ഞിക്കുഴി ആണ് ഭാര്യയുടെ സ്ഥലം. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് ഇപ്പോൾ 50 വയസ്സും രണ്ടാമത്തെ ആള് 5 വയസ്സിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. അവരും ഞങ്ങളുടെ കുടുംബമായിട്ട് ഇപ്പോൾ ഉള്ളത് ആസാമിന്റെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഭൂട്ടാനുമായി ചേർന്നിരിക്കുന്ന അതിർത്തി പ്രദേശമായ തരംഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വിഷന്റെ അടിസ്ഥാനത്തിൽ ഭൂട്ടാനിനെ പറ്റി, പ്രത്യേകിച്ച് ഭൂട്ടാനിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നതിനോട് ചേർന്നിരിക്കുന്ന സാംദ്രൂപ് ജോങ്കാർ എന്ന് പറയുന്ന ഒരു ഭൂട്ടനീസ് സോങ്ങിനെ കുറിച്ചാണ് ദൈവം തന്ന ദർശനം, കാഴ്ചപ്പാടും. അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഇന്ത്യൻ വംശജർക്ക് ഭൂട്ടാനിൽ താമസിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബോർഡർ ഏരിയയിൽ ഇന്ത്യയുടെ ഭാഗത്ത് ആസാമിൽ താമസിച്ചുകൊണ്ട് ദൈവവേല ആസാമിലും ഭൂട്ടാനിലുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. ദൈവകൃപയാൽ ഞങ്ങളൊരു ചേർച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ മെയിൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് ആളുകൾ ദൈവത്തിലേക്ക് വരണം, സഭയിലേക്ക് വരണം എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഈ വർഷം ആരംഭം മുതൽ 1-2 ഭൂട്ടനീസ് ആളുകളും ചർച്ചിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരാള് ദൈവകൃപയിൽ രക്ഷിക്കപ്പെടുവാനും ദൈവം സഹായിച്ചു. പിന്നെ വേറെ 2-3 പേരായിട്ട് അങ്ങനെ ചെറിയൊരു ഗ്രോത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു. നമ്മള് വളരെ ചെറിയൊരു
ചേർച്ചാണ്. ഇപ്പൊ ഒരു പയനറിംഗ് സ്റ്റേജ് ആണ്. ഇപ്പൊ നമുക്കൊരു 10-15 പേരുടെ കൂടി വരവാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലർക്കും അറിയാം, ഗുവാഹട്ടി എന്ന് കേട്ടിട്ടുണ്ടാവും. നോർത്ത് ഈസ്റ്റില് തന്നെ, ആസാമില് തന്നെ ഒരു മെയിൻ ടൗൺ ആണ്, ഒരു സിറ്റിയാണ് ഗുവാഹട്ടി. ഗുവാഹട്ടിയിൽ നിന്ന് കറക്റ്റ് 100 കിലോമീറ്റർ ആണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഞങ്ങളുടെ വീട് ഇരിക്കുന്ന, ചർച്ച് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 500 മീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞു. പിന്നെ ഇന്ത്യയില്ല. പിന്നെ അവിടുന്ന് ഭൂട്ടാൻ എന്ന് പറയുന്ന അടുത്ത രാജ്യമാണ്. ഭൂട്ടാൻ പലർക്കും അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഭൂട്ടാൻ ഒരു പ്രസിഡൻഷ്യൽ കൺട്രി അല്ല, ഒരു രാജഭരണമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. ഹിമാലയയുടെ മലയിടുക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു രാജ്യമാണ് ഭൂട്ടാൻ. പോപ്പുലേഷനും വളരെ കുറവാണ്. 7 ലക്ഷത്തി ചില്ലുവാനം ആളുകളെ ടോട്ടൽ പോപ്പുലേഷൻ ഭൂട്ടാനിലുള്ളൂ. അതിൽ തന്നെ പലരും മൈഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി. അവിടെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുവിശേഷീകരണത്തിന് വളരെ തടസ്സമുള്ള അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തെ കുറിച്ച് ദൈവം തന്നൊരു ദർശനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പ്രേസലോട് പാസ്റ്റേ, ഇനിയും ദേവദാസന്റെ ബാല്യം മുതലുള്ളത് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം ദേവദാസന്റെ ശുശ്രൂഷയും സംസാരിക്കാം. ഓക്കെ. അപ്പൊ ആദ്യമേ ഞാൻ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ട് എന്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഒരു സാക്ഷ്യം കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കും എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളിലാണ് കാര്യമുള്ളൂ. അപ്പം ഒരു സമയം പോക്കിന് വേണ്ടി അല്ലാതെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരിലേക്ക് ദൈവം ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന്, അത് ഞാൻ ആദ്യമേ ഒരു മുഖവുരയോടുകൂടെ തന്നെ പറയാം. ഞാൻ പറയുന്ന സാക്ഷ്യങ്ങളിലൂടെ നിങ്ങൾ ചില രാജ്യങ്ങളിലൂടെ, ചില ദേശങ്ങളിലൂടെ സഞ്ചരിക്കും. ചില പ്രവൃത്തികൾ നിങ്ങൾ കേൾക്കും. ഇത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം നിങ്ങളിലേക്കും അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ദൈവികമായ ഒരു വിളി നിങ്ങളിലേക്കും ദൈവം പകരട്ടെ. അല്ലെങ്കിൽ പകർന്നിരിക്കുന്ന വിളിയെ നിങ്ങൾ തിരിച്ചറിയാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വയൽ വിളഞ്ഞു കിടക്കുകയാണ്, പക്ഷെ വേലക്കാര് ചുരുക്കമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ദേവദാസന്മാർ വളരെ കുറവ് മാത്രം കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. ഈ പറഞ്ഞതുപോലെ പല അസൗകര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും എല്ലാത്തിനേക്കാൾ ഉപരി ഇവിടെയും ഒരുപാട് ജനങ്ങൾ യേശുവിനെ കുറിച്ച് അറിയാത്തവരും, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന, നമ്മൾ കരുതുന്ന ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് പോലും പലതും സത്യം എന്തെന്നും സത്യദൈവം ആരെന്നും തിരിച്ചറിയാതെ ഒരു നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഇടയിലേക്ക് ആളുകൾ വരണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഒരു പോരായ്മയായിട്ട് പറയല്ല, എന്നിരുന്നാലും ഉള്ളിടത്ത് തന്നെ വീണ്ടും വീണ്ടും സുവിശേഷീകരണത്തിന് നമ്മൾ ബന്ധപ്പെടാതെ, ആരും കടന്നു ചെന്നിട്ടില്ലാത്ത, എത്തിപ്പെട്ടിട്ടില്ലാത്ത, നമ്മൾ ഇന്ത്യയുടെ പുറത്ത് പോയി ബുദ്ധിമുട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും സുവിശേഷം എത്തിച്ചെന്നിട്ടില്ലാത്ത, യേശു എന്ന് പറഞ്ഞ പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ സാക്ഷിയൊക്കെയും എന്റെ മാത്രമല്ല, ഈ ചാനലിലൂടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ദൈവം മറ്റ് സാക്ഷികളെയും അതുപോലെ തന്നെ ദൈവ വേലക്കാരെ എഴുന്നേൽപ്പിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ തുടങ്ങാം. എന്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ ജിനോയ് എന്നാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ സ്വന്തം സ്ഥലം കണ്ണൂരിൽ തലശ്ശേരിയിലാണ്. എന്റെ പിതാവിന്റെ, എന്റെ പപ്പയുടെ പപ്പ, അതായത് ചാച്ചന്റെ വലിയ അച്ഛനൊക്കെ കോട്ടയം പാലക്കാരായിരുന്നു. അവിടുന്ന് കണ്ണൂരിന്റെ ഇരിട്ടി മലയോര മേഖലകളിൽ കുടിയേറി വന്ന പഴയ ആൾക്കാരാണ്. അവര് കാട് വെട്ടിത്തെളിച്ചും വന്യമൃഗങ്ങളോട് മല്ലിട്ടും ഒക്കെ പിടിച്ചെടുത്ത ഭൂമിയും അതിന്റെ പിന്നിലുള്ള ഒരുപാട് കഥകളൊക്കെ കേട്ടാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് എന്റെ ജനനം. എനിക്ക് ഒരു സഹോദരനുണ്ട്, എന്റെ അനുജനാണ്. അവനും ദൈവവേലയിലാണ്. അവൻ ദൈവവേലയിലേക്ക് വന്നിട്ട് എന്നേക്കാൾ കുറച്ച് അധികം വർഷങ്ങളായി. ഞാൻ എറണാകുളത്ത് ദൈവവേലയിലായിരിക്കുന്ന കുടുംബമായിട്ട് അവിടെയാണ്. പിന്നെ പിതാവ് 3 വർഷം മുമ്പ് മരിച്ചു. അമ്മയുണ്ട്, അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. അമ്മ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, 4-5 മാസം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് തിരിച്ച് നാട്ടിലേക്ക് പോയത്. ഓക്കെ. അപ്പം ഞാൻ ജനിച്ചു വളർന്നത് ക്രൈസ്തവ കുടുംബത്തിലായിരുന്നു. അവിടെ നിന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകും, സൺഡേ സ്കൂളിൽ പോകും.
അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച നമ്മുടേതായ ഒരു ജീവിതം, നമ്മുടേതായ ഒരു ലോകം. ചെറുപ്പം മുതലേ ഞായറാഴ്ചകൾ മുടക്കാതെ അമ്മയുടെ കൂടെ ചേർച്ചിൽ പോവായിരുന്നു. പപ്പ വിദേശത്തായിരുന്നു, മസ്കറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തൊക്കെ. അപ്പം ദൈവകൃപയാൽ എനിക്ക് കത്തോലിക്ക സഭയില് ഞാൻ എന്താ പറയുന്ന ആദ്യ കുർബാന അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിനു മുന്നേ എന്റെ പിതാവ് മസ്കറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ദൈവത്തെ അറിയുന്നതും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതും. അപ്പൊ അവിടെ മസ്കറ്റിന്റെ ഒരു ഐലൻഡ് ഉണ്ട്, മസീറ എന്ന് പറഞ്ഞിട്ട്, വിദേശത്തുള്ളവർക്ക് അറിയാമായിരിക്കും. മസീറയില് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, അവിടുത്തെ വാട്ടർ അതോറിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് തികച്ചും ഒരു ജഡീകനായി ജീവിച്ചിരുന്ന സമയത്ത് അവിടെ തൃശ്ശൂരിൽ നിന്നുള്ള 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവര് അവിടുത്തെ ക്യാമ്പില് ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അവർ വിശ്വാസികളായിരുന്നു. അപ്പൊ അവര് പല പ്രാവശ്യം എന്റെ ഫാദറിനെ കാണാനും ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും എപ്പോഴും അവര് വരുമ്പോഴ് പപ്പ വീടകത്തൊന്ന് ലോക്ക് ചെയ്തിട്ട് തുറക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവരെ വഴി വെച്ച് കാണോ വേറെ വഴിക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഒരുപാട് ശ്രമിച്ചിട്ടും കാണാൻ പറ്റാഞ്ഞിട്ട് ഒരു ദിവസം പപ്പ ഇതുപോലെ ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ വീഴുകയും കാലിന് ഫ്രാക്ചർ ആവുകയും ചെയ്തു. അങ്ങനെ വീട്ടില് ബെഡ് റെസ്റ്റിലായ സമയത്ത് ഇവര് വീണ്ടും വന്നു, ഇവർ രണ്ടുപേരും. പക്ഷെ ആ സമയത്ത് ഓടാൻ പറ്റത്തില്ലായിരുന്നു. അത് ദൈവം ഒരുക്കി വെച്ച നമ്മുടെ മാനുഷിക ബുദ്ധി പറഞ്ഞ ട്രാപ്പ് ആണെങ്കിലും സത്യത്തിൽ അത് രക്ഷപ്പെടാനുള്ള ഒരു ട്രാപ്പായിരുന്നു അത്. അങ്ങനെ ആ ദേവദാസന്മാര് കടന്നു വരികയും ദൈവത്തെ കുറിച്ച് സംസാരിക്കുകയും യേശുവിനെ കുറിച്ചും യേശുവിന്റെ രക്ഷയെ കുറിച്ചും ഒക്കെ. അങ്ങനെ പപ്പയ്ക്ക് ഒരു ബോധ്യമൊക്കെ വന്നാൽ പപ്പ ഗൾഫിൽ വെച്ചാണ് രക്ഷയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ലീവിന് വന്ന സമയത്ത് അമ്മയും അമ്മയ്ക്ക് ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. കാരണം അമ്മ ഒന്നാമത്തെ കാര്യം അമ്മയും കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു കാത്തലിക് മാനേജ്മെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം ഈ ആഭരണങ്ങൾ ഉപേക്ഷിച്ച് വരണമല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുവരെയും ചെറുപ്പം മുതൽ അഭ്യസിച്ചു വന്ന അല്ലെ വിശ്വസിച്ചു വന്ന ഒരു പാത വിട്ടു വരിക എന്ന് പറയുമ്പോൾ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. പക്ഷെ ഒരു ലീവിന് പപ്പ വന്ന സമയത്ത് ഞങ്ങൾ കോട്ടയത്ത് ഒരു പപ്പയുടെ ഒരു കൂട്ടുകാരൻ ഒരു പാസ്റ്ററുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ 2 ദിവസത്തെ വിസിറ്റിന് പോയി തിരിച്ചു വരാന്നുള്ള പ്ലാനിലായിരുന്നു പോയത്. പക്ഷെ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരാനുള്ള സമയമാകുമ്പോഴേക്ക് പപ്പയ്ക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടി, അങ്ങനെ പനിയായിട്ട് ഒരാഴ്ചയോളം അവിടെ കിടപ്പിലായിപ്പോയി. അപ്പൊ അങ്ങനെ ആ ഒരാഴ്ചയിൽ ദൈവം അമ്മയെയും എന്താ പറയുന്നത് തൊട്ടു. അമ്മയ്ക്കും അവിടെ നിന്ന് ദൈവവചനം കേൾക്കാനും പല മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ദൈവം ഇടയാക്കി. അങ്ങനെ അമ്മയും അവിടെ നിന്നൊരു തിരിച്ചറിവോടുകൂടെ സ്നാനപ്പെട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ തിരിച്ചു പോരുന്നത്. അപ്പൊ ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന സമയത്താണ് ഞാനും സ്നാനപ്പെടുന്നത്. പക്ഷെ ആ സമയത്ത് സ്നാനപ്പെടുമ്പം എനിക്ക് സത്യത്തിൽ എന്തിനാണ് സ്നാനമെന്നോ സ്നാനപ്പെടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നെന്നോ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നോട് ആ സമയത്ത് ഞങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ എന്നോടും അനിയനോടും പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടണം. അപ്പം എന്റെ ഒന്നാമത്തെ ഫോക്കസ് എന്ന് പറയുന്നത് സ്നാനപ്പെടാത്തത് കാരണം ഞായറാഴ്ചകളിൽ അപ്പവും മീനും കിട്ടുന്നില്ല. അതായിരുന്നു എന്റെ ഒന്നാമത്തെ ഫോക്കസ്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുമ്പം എന്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചർച്ചിന്റെ ആരാണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ ചുമ്മാ വന്നു പോകുന്നവരായിട്ട് ഇരിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ ഫാദർ അന്ന് ഒരുപാട് എതിർത്തായിരുന്നു. ഫാദർ പറഞ്ഞു, പാസ്റ്റർ അവര് സ്നാനപ്പെടാറായിട്ടില്ല, അവർക്ക് ഒരു ബോധ്യം വരട്ടെ. അപ്പം പാസ്റ്റർ പറഞ്ഞല്ല, ജോണിച്ച് അങ്ങനെയല്ല, അവര് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ പയ്യെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ എന്നൊക്കെയായിരുന്നു. എന്നിരുന്നാലും സ്നാനപ്പെട്ടു. തലശ്ശേരി പുഴയിൽ വെച്ചായിരുന്നു എന്റെ സ്നാനം. സ്നാനപ്പെട്ട് ഞാൻ കരയിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ പല സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കേട്ടിട്ടുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം എന്റെ അകത്ത് നിന്ന് ഭാരം ഇറങ്ങി പോകുന്നത് പോലെ തോന്നി, എനിക്കൊരു പുതിയൊരു ഏതാണ്ട് ഒരു അനുഭവം വന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ സ്നാനപ്പെട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, വെള്ളത്തിന് നല്ല ചൂടായിരുന്നു എന്നായിരുന്നു. അല്ലാതെ അതിൽ കവിഞ്ഞ ഒരു അനുഭവം എനിക്ക് സ്നാനപ്പെട്ടതിൽ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഒരു ചർച്ചിന്റെ ഭാഗമായി പേരിന് വിശ്വാസിയായി ജീവിച്ചിരുന്നെങ്കിലും എനിക്ക് സത്യമായിട്ടും ദൈവവുമായിട്ടുള്ള ബന്ധമോ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമോ ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നീടാണ് എന്റെ ജീവിതം ശരിക്കും ഒരു ജഡീകമായ ജീവിതത്തിലേക്ക് പോകുന്നത്. ഞാൻ എന്റെ ഹയർ സെക്കൻഡറി വരെയുള്ള പഠനം കഴിഞ്ഞ് ഡിഗ്രിക്ക് ഇതേപോലെ അഡ്മിഷനൊക്കെ എടുത്ത് ഒരു പ്രൈവറ്റ് കോളേജിലാണ് കിട്ടിയത്.
അപ്പൊ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഡിഗ്രിക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്റെ അമ്മയുടെ കുടുംബത്തിൽ പലരും, അമ്മയുടെ മാമന്മാരും അമ്മയുടെ സഹോദരന്മാരും പലരും മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുകയാണ്, ഷിപ്പിൽ വർക്ക് ചെയ്യുകയാണ്, ആ ഫീൽഡിലാണ്. അപ്പൊ അമ്മയുടെ ഒരു മാമൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 6 months ഒരു കോഴ്സ് ഉണ്ട് എറണാകുളത്ത്, മർച്ചന്റ് നേവിയുടെ ഒരു കോഴ്സാണ്, അത് പഠിച്ചു കഴിഞ്ഞാല് നിനക്ക് ഷിപ്പിലേക്ക് കയറാം, ജോലിക്ക് കയറാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ പഠിത്തത്തില് വളരെ അഗ്രഗണ്യനും ബുദ്ധിശാലി ആയതുകൊണ്ട് എനിക്ക് കണക്കുമായിട്ട് ഒട്ടും ചേർന്ന് പോകത്തില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഷിപ്പിൽ പോണേ കണക്കറിയണ്ടായോ, അപ്പൊ എന്തോ ചെയ്യുന്നുള്ളൊരു വിഷമത്തിലിരുന്നപ്പോഴാണ് മാമൻ അടുത്തൊരു ഓപ്ഷൻ പറയുന്നത്, നിനക്ക് ഷെഫായിട്ട് പോകാം. അപ്പൊ ഞാൻ ഷെഫായിട്ട് പോവാണെങ്കിൽ രക്ഷപ്പെട്ടു, ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ, കണക്കും കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി പഠിക്കുകയും അങ്ങനെയാണ് എന്റെ പ്രൊഫഷൻ, എന്റെ കരിയർ ഞാൻ ഒരു ഷെഫായിട്ട് മർച്ചന്റ് നേവിയിൽ ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 8-9 വർഷത്തോളം ഷിപ്പിൽ ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ 9 വർഷം എന്റെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്ക് ലോകപരമായി എങ്ങനെയൊക്കെ നശിക്കാമോ അതൊക്കെയും ആ വഴികളിലൊക്കെയും പോയ ഒരു സമയമായിരുന്നു അത്. പല വിദേശ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാനും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ജോലി എനിക്ക് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വഴിതെറ്റാവുന്ന ഒരു വഴികളും ഞാൻ വിട്ടിട്ടില്ല, എല്ലാ വഴികളിലൂടെയും കയറി ഇറങ്ങി സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് എൻ്റെ അനുജൻ ഗൾഫിലേക്ക്, മസ്കറ്റിലേക്ക് കടന്നു പോകുന്നതും അവിടെ വെച്ച് അവനൊരു ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവനൊരു വിശ്വാസി പയ്യനായിരുന്നു. അപ്പം പുള്ളി മുഖാന്തരം കുമ്പനാട്, തിരുവല്ല കുമ്പനാടുള്ള ഒരു ചർച്ചിൽ ഒരു പാസ്റ്ററെ പറ്റി അറിയാനും ആ പാസ്റ്ററോട് 2-3 വട്ടം ഫോണിൽ കൂടെ സംസാരിക്കാനും ബന്ധപ്പെടാനൊക്കെ അവന് സാധിച്ചു. അപ്പം അവനൊരു താല്പര്യം വന്നു, നാട്ടിൽ ചെന്ന് കഴിയുമ്പം പാസ്റ്ററെ പോയി കാണണം എന്നൊക്കെ. അങ്ങനെ അവൻ കുറച്ചു കാലമേ ഗൾഫിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഗൾഫ് വിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവനിങ്ങനെ കുമ്പനാട്ടേക്ക് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം തലശ്ശേരിയിൽ നിന്ന് ട്രെയിന് കയറി കുമ്പനാട് പോയി ഞായറാഴ്ച ആരാധന കൂടി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തിരിച്ച് തലശ്ശേരിക്ക് വരുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നും പോയും പിന്നെ ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ദൈവവചനം പഠിക്കണം, എനിക്ക് അപ്പൊ ആ പാസ്റ്ററുടെ കൂടെ അവിടെ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുമ്പനാട്ടേക്ക് പോയി അവിടെ താമസം തുടങ്ങി. അപ്പൊ ഈ സമയത്ത് ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുവാണ്. അപ്പൊ അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആത്മീയമായിട്ട് ഒട്ടും ഒരു ബന്ധമില്ലാതിരിക്കുന്ന സമയത്താണ് ഞാനും പറഞ്ഞു, അതെന്തോ പരിപാടിയാ, എവിടാ പോയി എന്താ പോയെന്ന് അറിയാതെ ഇവൻ എവിടെയാ പോയിരിക്കുന്നത്, എന്തോ ദൈവവചനം പഠിക്കാനാണ് ബൈബിൾ കോളേജിലല്ലേ പോകേണ്ടത്, ഭാഷയെടുത്ത് പോയിട്ട് എന്നാ കാര്യം, അങ്ങനെ പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. എന്തായാലും ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ആ ലീവിന് വന്നിട്ട് ഞാൻ വളരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു ജീവിത ശൈലി, ഒരു ജീവിത നിലവാരത്തിലൂടെ ഞാൻ കടന്നു പോവുമായിരുന്നു. അപ്പം എന്റെ അമ്മയ്ക്കാണേലും, കാരണം പപ്പ അന്നേരം വിദേശത്താണ്, അപ്പം പപ്പയ്ക്ക് പല കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു, അമ്മയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്റെ പോക്ക് കണ്ടിട്ട്. അപ്പൊ എന്നെ എങ്ങനെയും രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിൽ എന്നോട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരും പാസ്റ്റർക്ക് പോകുന്നവരൊക്കെ പറയുമ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്പൊ ലാസ്റ്റ് അമ്മയും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കി, എൻ്റെ അനിയനെയും കൂടെ കൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പൊ അമ്മ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നീ എവിടെയും പോണ്ട, നീ അനിയന്റെ കാര്യം ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ, അവനിങ്ങനെ ഒരു താല്പര്യം പറഞ്ഞ് പോയേക്കുമല്ലേ, അപ്പൊ എവിടെ എന്ത് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ, അവനവിടെ എവിടെ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നു, ഞായറാഴ്ച ചർച്ചിൽ പോകുന്നൊക്കെയാ പറഞ്ഞത്, നീ ഒരു ജ്യേഷ്ഠനല്ലേ, നീ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അകത്തുള്ള ജ്യേഷ്ഠന്റെ ആത്മാവ് അങ്ങ് ചടപുടഞ്ഞ് എഴുന്നേറ്റു. അപ്പൊ ഞാനും വിചാരിച്ചു, ശരിയാണ്, എന്റെ അനിയനാണ്, അവൻ പോയേക്കുവാ, എന്ത് ചെയ്താന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരനും പറഞ്ഞു ഞാനും വരാം. അപ്പൊ അവന്റെ ഫാദറിന്റെ സ്ഥലം പന്തളത്തായിരുന്നു, അടൂര് പന്തളം ആ ഭാഗത്തായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഞാനും വരാം, എന്നിട്ട് നമുക്ക് അതുവഴി എന്റെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി തിരുവല്ലയ്ക്ക് ചെന്നു, കുമ്പനാട്ട് ചെന്നു. കുമ്പനാട്ട് ചെന്ന് അനിയൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് അവന്റെ റൂമിൽ പോയി കഴിഞ്ഞ് ഞാനിങ്ങനെ അവനോട് വെച്ച്, ഇടാൻ നിന്റെ ബൈക്ക് ഒന്ന് വേണം, എനിക്കൊന്ന് പുറത്തേക്ക് പോകാൻ. അപ്പൊ അവൻ പറഞ്ഞു, ബൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ബേക്കറിയുടെ ഓണറുടെ വീട്ടിലിരിക്കുക, നീ ഏതായാലും നമുക്ക് ഓണറെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു, ശരി, ഇവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണർ അല്ലേ, ഞാൻ പോയി സംസാരിക്കാം, അനിയനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാന്ന് വെച്ച് ഞാനും ചെന്നു. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങള് എന്നെ കൂട്ടി കൊണ്ടുപോയത്, ശരിക്ക് അനിയൻ കൊണ്ടുപോയത് അവരുടെ പാസ്റ്ററുടെ വീട്ടിലേക്കായിരുന്നു. എനിക്കിത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് വാതിലൊക്കെ തുറന്ന് ഒരു
ഒരു താടിയൊക്കെ വെച്ച് ഒരു അജാനബാഹു ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പൊ എനിക്ക് നല്ല പറയും, കാരണം ഞാൻ ഈ വ്യക്തിയുമായിട്ട് ഫോണിൽ കൂടെ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പരിചയമുള്ള ശബ്ദം, പക്ഷെ ആരാണെന്ന് എനിക്കങ്ങ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അകത്ത് കയറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പയ്യെ പയ്യെ ഓരോ കാര്യങ്ങൾ മനസ്സിലായത്. ഇത് പാസ്റ്റർ ആണെന്നും ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് എന്നെ അവിടെ എത്തിച്ചതായിരുന്നു എന്നൊക്കെ. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിൽ ഭയങ്കര ദേഷ്യവും നിരാശയും ഒക്കെ വന്നു. ഞാനിവിടെ വന്ന് പെട്ടുപോയല്ലോ, ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ ആ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചെടുത്ത് ആ ഇരുന്ന ഇരിപ്പ് ഞാൻ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം അവിടെ ഇരുന്ന് ആ ദേവദാസനായിട്ട് സംസാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് 5 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണ്ട എന്നുള്ളൊരു അവസ്ഥയായി. എനിക്ക് എവിടെയും പോകണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളൊരു പരുവത്തിന് ഞാൻ മാറി. പക്ഷെ എന്നിരുന്നാലും തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് ഞാനും ആ പാസ്റ്ററെ ഞാൻ വരാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം 2-3 വട്ടം ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അനിയൻ പോയതുപോലെ ഞാനും അമ്മയോട് പറഞ്ഞു, ഞാനും അമ്മയും അവിടെ ചർച്ചിൽ പോവുകയാണ്, എനിക്ക് ആത്മീയമായിട്ട് വളരണം എന്ന് പറഞ്ഞ് ഞാനും എന്റെ വെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ആ ചർച്ചിൽ പോയി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ഒരു 6-7 വർഷത്തോളം ആ ചർച്ചുമായി അസോസിയേറ്റ് ആയിട്ട് കുമ്പനാട് അത് പ്രദേശത്തായിരുന്നു ദൈവം സഹായിച്ചു നിന്നത്. ആ ഒരു കാലയളവിൽ അവിടെ വെച്ച് വിവാഹിതനാവാനും എന്റെ മൂത്ത കുഞ്ഞ് അവിടെ ഉള്ളപ്പോഴാണ് ഉണ്ടാകുന്നത്. അതിനൊക്കെ ദൈവം സഹായിച്ചു. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാൻ അവിടെ 2 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. രണ്ടും ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വിളി എന്റെ മേലുള്ളത് മറ്റൊന്നായിരുന്നത് കൊണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് നോട്ട് നിരോധനം വന്നപ്പോൾ, ഡിമോണിറ്റൈസേഷൻ വന്നപ്പം അത് നിന്നുപോയി. അതിനകത്ത് ഒരു 10-15 ലക്ഷം കടം വന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബിസിനസ് തുടങ്ങിയത് കൃത്യമായിട്ട് കൊറോണ വന്നു കഴിഞ്ഞപ്പം അതും കൂട്ടിപ്പോയി. അതിനകത്ത് 2 ലക്ഷം രൂപ കടം വന്നു. അങ്ങനെ കടങ്ങൾ കൂട്ടാനായിട്ട് ഞാൻ കുറേ ബിസിനസ് അങ്ങ് ചെയ്തു. എല്ലാ ബിസിനസ്സും ഷിപ്പിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തിരിച്ചു ഷിപ്പിൽ പോയാൽ മതിയായിരുന്നു, അവിടെ ജോലിയുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ചേർച്ചുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നുകൊണ്ട് ഷിപ്പിംഗ് ഫീൽഡൊക്കെ ഞാൻ വിട്ട് അങ്ങനെ നാട്ടിൽ തന്നെ നിൽക്കാന്നുണ്ട് പല ബിസിനസ്സുകൾ ചെയ്തു. ഒന്നും അങ്ങ് ശരിയായില്ല. അപ്പൊ എന്നോട് അവിടുത്തെ പാസ്റ്റർ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നു, ജിനോയ്, നിനക്ക് ഇതുവരെയായിട്ടും ദൈവത്തിന്റെ വിളി തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പാസ്റ്ററോട് പറയും, അച്ഛാ സമയമില്ല അച്ഛാ, അത് സമയം ആവട്ടെ, ഞാൻ എന്തേലൊക്കെ ആവട്ടെ, എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തി രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാനും ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ഒഴുക്കം മട്ടില് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. പക്ഷെ അവിടുന്ന് പിന്നെ ഫാദർ മരിച്ചപ്പം ഞങ്ങൾ അവിടുന്ന് ഒക്കെ വിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു, തലശ്ശേരിക്ക് തന്നെ വന്നു. തലശ്ശേരി വന്നു കഴിഞ്ഞും ഈ പറഞ്ഞ പോലെ പല ബിസിനസ്സുകളും ചെയ്തു നോക്കി, ഒന്നും റെഡി ആവാതെ ഞാൻ ലാസ്റ്റ് പിന്നെ ഒരു കമ്പനിയിൽ, ഒരു റെസ്റ്റോറന്റ് കൺസൾട്ടൻസി കമ്പനിയിൽ കൺസൾട്ടന്റ് ഷെഫായിട്ട് ജോലിക്ക് കയറി. അങ്ങനെ ആ ജോലിയും തിരക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പം ഞായറാഴ്ച എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ കുടുംബമായിട്ട് ചർച്ചയിൽ പോകും, ഇല്ലെങ്കിൽ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ പോകും. ഞാൻ എവിടെയാണോ ജോലിയിലായിരിക്കും, അങ്ങനെയൊക്കെ പോവുമായിരുന്നു. അപ്പോ ഇതിന്റെ ഇടയിൽ പല പ്രാവശ്യമായിട്ട് എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ പല പ്രാവശ്യങ്ങളിലായി പല സമയങ്ങളിൽ പല വ്യത്യസ്തമായ ദേവദാസന്മാര് എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ ദൈവവേല ചെയ്യും, ദൈവവേലക്കൊല്ലാണ്. അപ്പോഴൊക്കെയും എന്റെ മനസ്സിൽ അയ്യോ, ഒരു കാരണവശാലും ഞാൻ ആ പരിപാടി ചെയ്യത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. എനിക്കൊരു കാലഘട്ടത്തിൽ ഏറ്റവും ദേഷ്യവും വെറുപ്പുമുള്ള പദം എന്ന് പറയുന്നത് പാസ്റ്റർ എന്ന് പറയുന്ന പദമായിരുന്നു. അപ്പൊ എന്റെ സഹോദരൻ പാസ്റ്റർ ആയപ്പോ പോലും ഞാൻ ഇത് ഇന്നുവരെയായിട്ട് എന്റെ സഹോദരനോട് ചോദിച്ചിട്ടില്ല, പക്ഷെ എന്റെ അമ്മയോട് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, ഇവൻ എന്തിനാ ദൈവവേല ചെയ്യുന്നത്, ഇവന് ജോലി ചെയ്യാൻ മടിയായത് കൊണ്ടല്ലേ ദൈവവേല ചെയ്യുന്നത്, ഈ ഫുൾ ടൈം മിനിസ്ട്രി എന്നും പറഞ്ഞ് ഇവൻ ഫുൾ ടൈം എന്നെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുവാണോ എന്നൊക്കെ അങ്ങനെ പല മുട്ടാപ്പോക്ക് ചോദ്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങിയെങ്കിലും ഒരു പരിപൂർണമായ ഒരു ആത്മീയമായ ഒരു ബന്ധം കർത്താവായിട്ട് എനിക്കില്ലായിരുന്നു. അപ്പൊ എന്റെ സഹോദരന് ഇത് അറിയാവുന്നത് കൊണ്ട് എന്നെ നന്നാക്കാൻ വേണ്ടി 1 മാസം 2 മാസമൊക്കെ കൂടുമ്പം തലശ്ശേരിയിൽ വീട്ടിൽ അവൻ ഏതെങ്കിലും പാസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്ന് 2 ദിവസം പ്രാർത്ഥനയൊക്കെ നടത്തുമായിരുന്നു ഞാൻ നന്നാവാൻ വേണ്ടി. ഞാനും വന്ന് പങ്കെടുക്കും, പക്ഷെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരിക്കൽ കോഴിക്കോട് വെച്ച് ഇതേപോലെ ഒരു റെസ്റ്റോറന്റിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വന്നിട്ട് എനിക്കങ്ങ് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമായ ഒരു ശക്തി. അപ്പം അതൊരു കഫേ ആണ്, കോഴിക്കോട് ബീച്ചിലുള്ള ഒരു കഫേ ആയിരുന്നു.
അപ്പം അവിടെ വെച്ച് എനിക്ക് കൈയടിക്കാനോ അല്ലെ അന്യഭാഷയിൽ ആരാധിക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നീളമുള്ള കോറിഡോർ ആയിരുന്നു കഫേക്ക് ഒരു സൈഡില്. ഞാൻ ആ കോറിഡോറിൽ കൂടെ മനസ്സിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വീശി അങ്ങ് സ്പീഡ് 2-3 വട്ടം നടന്നു കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു ഞാൻ എന്താ പറയുന്നത് ഒരു നോർമൽ ഇതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയം മുതൽ എന്റെ അകത്ത് ദൈവവേല ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതിനു മുന്നേയും പല പ്രാവശ്യം അങ്ങനെ ചിന്തിച്ചെങ്കിലും പിന്നീട് കൂടുതലായിട്ട് നമ്മൾ പറയുമല്ലോ ഈ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് തെളിഞ്ഞ് ആദ്യം വരിക. അപ്പൊ പിന്നെ പയ്യെ നമ്മൾ ദൈവവേല ചെയ്യാനുള്ള ആഗ്രഹം വിട്ടേക്കും. പിന്നെ എനിക്കും പല പാസ്റ്റർമാരെയും കാണുന്നുണ്ടെങ്കിലും ഈ ജോലിയൊക്കെ വിട്ടിട്ടുള്ള ദൈവവേല എങ്ങനെ സാധ്യമാകും, എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് എന്താ പറയുന്നത് ആശങ്കകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ കോഴിക്കോട് വെച്ചുണ്ടായിരുന്ന അനുഭവത്തിന് ശേഷം എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. നീ ദൈവവേല ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു മാർച്ച് മാസം 2023 മാർച്ച് മാസം മലപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ ഒരു വർക്കിന് പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിറ്റേ ദിവസം നാട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഇതുപോലെ നാട്ടിൽ 3 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ എന്റെ വീട്ടിൽ എന്റെ അനിയൻ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോകാൻ വേണ്ടി ലീവൊക്കെ പറഞ്ഞ് ഞാൻ നാളെ പോകാൻ നിൽക്കുന്നു. അപ്പം തലേന്ന് രാത്രി റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ജോലി രാജിവെക്കണം, ജോബ് റിസൈൻ ചെയ്തിട്ട് എന്റെ വേല ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എന്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും, നിങ്ങൾക്ക് എടുത്തുചാട്ടം കൂടുതൽ, പെട്ടെന്നാണ് നിങ്ങൾ തീരുമാനം എടുക്കുക, അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ഖേദിക്കും. അപ്പൊ പലപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആ സ്വഭാവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അനുഗ്രഹമായത് അന്ന് രാത്രിയായിരുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ജോബ് റിസൈൻ ചെയ്ത് എന്റെ വേല ചെയ്യണം, ദൈവവേലയിലേക്ക് നീ ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ഞാൻ ആ റൂമിൽ വെച്ച് അന്നേരം തന്നെ ഓൾ ഓഫ് എ സഡൻ ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കർത്താവ് ഞാൻ ജോബ് റിസൈൻ ചെയ്ത് നിന്റെ വേലയ്ക്ക് ഇറങ്ങുക കർത്താവെ എന്ന് ഞാൻ ആ റൂമിൽ വെച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ഇത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും, ഇത്ര മണിക്ക് അവിടെ എത്തും, പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യ ഒരു വൈവാമറാണ്, വൈവാമില് പഠിച്ച് മിനിസ്ട്രി ഒക്കെ ചെയ്യുമായിരുന്നു. വിവാഹത്തിന് മുന്നേ, വിവാഹശേഷം എന്റെ കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ട് അവർക്ക് പിന്നെ ദൈവവേലയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അവള് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു എന്റെ ഭർത്താവ് ദൈവവേലയിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. പക്ഷെ എനിക്കത് അറിയത്തില്ലായിരുന്നു. അവള് പേഴ്സണൽ പ്രേയറിൽ അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവള് പ്രാർത്ഥനാ വിഷയങ്ങൾ അവള് ഒരുപാടുണ്ടായിരുന്നു. ബില്ലി ഗ്രഹാമിനെ പോലെയുള്ള ഒരു ദേവദാസനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു. ദൈവത്തിന്റെ ഹിതം ഈ പറഞ്ഞ പോലെ ബില്ലി ഗ്രഹാം ആയില്ലെങ്കിൽ ഒരു ബില്ലി ആയിട്ട് ഒരു മൂച്ചനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടി. സോ ഞാൻ എന്റെ ഭാര്യയോട് ഇത് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് വാ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അവർക്കും സന്തോഷമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ ആ ടൈമില് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഇച്ചിരി ക്രൈസിസിലായതുകൊണ്ടും പല ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ അവർക്ക് ഒരു ചെറിയൊരു ആശങ്കയായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്റെ ബ്രദറും അവന്റെ വൈഫും ഒക്കെ വന്നു. അപ്പം ഫസ്റ്റ് ഡേ എത്തിച്ചേരാമെന്ന് പറഞ്ഞ 2 സഹോദരന്മാര്, അവര് തൃശ്ശൂരും എറണാകുളം ബോർഡറുമായിട്ട് ഉള്ള 2 സഹോദരന്മാരായിരുന്നു. അവര് ഫസ്റ്റ് ഡേ അവർക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ ചേർച്ചിന്റെ പാസ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ഡേയിലെ പ്രയർ ലീഡ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു ഹാഫ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുവാണ് പ്രാർത്ഥനയിൽ, കർത്താവ് ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ അല്ലയോ എന്നുള്ളൊരു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചേർച്ചിന്റെ പാസ്റ്റർ അന്ന് വളരെ അവിചാരിതമായിട്ട് പുള്ളിയുടെ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, കുറെ കാത്തിരുന്നിട്ടും വിസയൊന്നും വരാതിരുന്ന സമയത്ത് ഒരു മടുപ്പൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു ദൈവവേലയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പം പുള്ളി ഇതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ഞെരുക്കത്തിരിക്കുന്നതുകൊണ്ട് ഒരു സംശയത്തിലിരുന്നു. അങ്ങനെ ലാസ്റ്റ് പുള്ളി പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു, ദൈവവേല ചെയ്യാമെന്ന്. അപ്പോഴേക്ക് കാണാം ഗൾഫിൽ നിന്ന് വിളി വരുന്നു, വിസ റെഡിയായി, സാങ്ഷനായി, തരക്കേടില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അദ്ദേഹം അന്ന് ഒരു തീരുമാനം എടുത്തില്ല, കർത്താവ് നിന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനം അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ആ ജോലി പുള്ളി വേണ്ടെന്ന് വെച്ച് അങ്ങനെ ദൈവവേലയ്ക്ക് ഇറങ്ങി. അപ്പൊ ആ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോ അത് എനിക്ക് എന്നെ ഉറപ്പിക്കുന്ന ഒരു സാക്ഷ്യമായി മാറി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കും എന്ന് പറഞ്ഞതുപോലെ
ആ സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഉറപ്പ് എനിക്ക് ദൈവം തന്നു. ഞാൻ അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എന്റെ കമ്പനിയുടെ MD വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പുള്ളി ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്, പുള്ളിയോട് ദൈവവേല ചെയ്യാനാണെന്നൊന്നും പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിയോളജി പഠിക്കാൻ വേണ്ടി ബൈബിൾ കോളേജിലേക്ക് പോകാനിരിക്കുക, അതുകൊണ്ട് സാറേ ഞാൻ ജോബ് റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞു. പുള്ളി എന്ത് ചെയ്താലും എന്നെ റിസൈൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. പുള്ളി പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യരുത്, നീ പഠിക്കാൻ പൊക്കോ, പോയിട്ട് ബാക്കി സമയം ജോലി. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനല്ല, അവിടെ നിന്ന് പഠിക്കേണ്ടതാ, പോയി വരാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു, അങ്ങനെ പറയരുത്, നിനക്ക് ഞാൻ സ്പെഷ്യലായി നീ ട്രാവൽ ചെയ്യേണ്ട, നിനക്ക് തൃശ്ശൂരിൽ ഞാനൊരു ഓഫീസ് ഇട്ട് തരാം, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തുതരാം, സാലറി ഹൈക്ക്, അങ്ങനെ വൻ ഓഫർ എനിക്ക് തന്നു. അപ്പൊ അത്രയും വലിയൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എടുത്ത തീരുമാനം ദൈവികം തന്നെയാണെന്ന്. അല്ലാതെ ഈ എന്താ പറയുന്ന ലോകത്തിന് അനുരൂപമായ രീതിയിൽ എനിക്കൊരു സപ്പോർട്ട് പിശാച് തരത്തില്ല. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞില്ല, സാർ എന്തൊക്കെയാണേലും ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു, ഞാൻ അതുകൊണ്ട് വരുന്നില്ല എന്ന്. പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ നിന്റെ വേക്കൻസി ഇവിടെ എന്നും ഓപ്പൺ ആയി കിടക്കും, എപ്പോ വേണമെങ്കിലും വരാം. എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറയുന്ന പോലെ പിശാച് എപ്പോഴും സൂത്രശാലിയാണ്. പിശാച് എനിക്ക് അവിടെ ഒരു ഓപ്പണിംഗ് ഇട്ട് തന്നു, എന്നെങ്കിലും നിനക്ക് ദൈവവേല മടുത്താൽ നിനക്ക് തിരിച്ചു വരാൻ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. ഞാനത് അന്ന് തന്നെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്തൊക്കെയാണെന്നാണ്, തിരിച്ചിനി പോകത്തില്ല കർത്താവ് എന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ പിറ്റേന്ന് ദേവദാസന്മാര് കടന്നു വന്നു, 2 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനകത്ത് എനിക്ക് വീണ്ടും ഒരു ഉറപ്പും ധൈര്യവും കിട്ടി. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ദൈവവേലയ്ക്ക് സമർപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. സത്യത്തിൽ അത് പറഞ്ഞു ശീലിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങി എന്ന് പറയുന്നത്. സത്യത്തിൽ ദൈവവേലയ്ക്ക് ഇറങ്ങുമല്ല, നമ്മൾ ദൈവവേലയിലേക്ക് കയറുവാണ്. കാരണം നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആരും ജോലിക്ക് ഇറങ്ങി എന്ന് പറയത്തില്ല, ജോലിയിൽ കയറി എന്നേ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ദൈവവേലയിൽ നമ്മൾ കയറുവാണ്, പക്ഷെ അത് പറഞ്ഞ ശീലമായതുകൊണ്ടാണ് ഇറങ്ങി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം അങ്ങനെ ഞാൻ പ്രാരംഭ സമയങ്ങളിൽ പലയിടത്തും മീറ്റിങ്ങുകൾക്ക് പോകും. എന്റെ അനുജൻ കൂടി വരുന്നതായ അവരുടെ എറണാകുളത്ത് ചർച്ചിൽ എല്ലാ മാസവും പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കാറുണ്ട്. വിവിധ ഡിനോമിനേഷനുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാസ്റ്റേഴ്സ് എല്ലാവരും അതിൽ പങ്കെടുക്കും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാനും അതിൽ പങ്കെടുക്കാൻ പോകും വരും. ഇതായിരുന്നു എന്റെ പ്രാരംഭം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു ഡിപ്രഷൻ മോഡിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിലും ചെലവും കാര്യങ്ങളും ഉണ്ട്. ആ സമയത്ത് ഞാനൊരു പുതിയൊരു വാഹനം എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ EMI പെൻഡിങ് ആയി തുടങ്ങി. അങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെ ആയി. പിന്നെ ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്റെ ഭാര്യയാണെങ്കിൽ പോലും ചെലവ് നടക്കാതായി കഴിഞ്ഞപ്പം ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയപ്പോ അവളും പറയാൻ തുടങ്ങി, നിങ്ങൾ ദൈവവേല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്, എവിടെയെങ്കിലും ജോലിക്ക് പോകും, ദൈവം വഴി തുറക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാനും വിചാരിച്ചു എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതാണ് എന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷയിലൊക്കെ, എന്നേക്കാൾ നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അപ്പൊ അവള് പറയുന്നത് ശരിയായിരിക്കും. അപ്പൊ എനിക്കും ആ ഒരു ഡിപ്രഷൻ മോഡിലായതുകൊണ്ട് ഞാനും വിചാരിച്ചു, അയ്യോ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ഇത് ശരിയായില്ല. ഞാനൊരു മടുപ്പിലേക്ക് വന്ന് ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചു, ഞാൻ ദൈവവേലയൊക്കെ ചെയ്യുന്നില്ല, ജോലി തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ വീണ്ടും ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് എറണാകുളത്ത് തന്നെ പുതിയ ഓപ്പൺ ചെയ്യാൻ പോകുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കഫേയിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പം അവരെന്നെ സെലക്ട് ചെയ്തു. അവിടെ ഞാൻ ഷെഫിന്റെ ജോലി ചെയ്തിരുന്ന കൺസൾട്ടന്റ് ഷെഫായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം റെസ്റ്റോറന്റ് മാനേജർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് അവരെന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു എന്താ പറയുന്ന ഒരു വീട്, സഞ്ചരിക്കാൻ വാഹനം, ഓഫീസ് റൂം, നല്ല സാലറി പാക്കേജ്, ഇതൊക്കെ അവര് ഓഫർ ചെയ്തു. അപ്പൊ ഞാൻ തിരിച്ച് എറണാകുളത്ത് വരുമ്പോൾ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്നു, കർത്താവേ ഇത്രയും നല്ലൊരു അനുഗ്രഹം തരാൻ വേണ്ടി ആയിരുന്നു അല്ലേ നീ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്. അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി, കർത്താവ് എന്നെ അനുഗ്രഹം കൊണ്ടങ്ങ് മൂടിയേക്കുവാന്ന് പറഞ്ഞിട്ട്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാനും ഭയങ്കര സർപ്രൈസ് പോലെ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ്, ഇത്ര സാലറി ഉണ്ട്, ഇന്ന സൗകര്യങ്ങൾ അവർ തരുന്നു. ഇപ്പൊ മനസ്സിലായോ, അതുകൊണ്ടാണ് കർത്താവ് എന്നെ ഇത്രയും ദിവസം ഇവിടെ വീട്ടിൽ ഇരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാനും സന്തോഷിച്ചിരിക്കും. അപ്പൊ അവരൊരു 2-3 ആഴ്ച ടൈം പറഞ്ഞു അവരുടെ അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ജോയിനിങ് ലെറ്റർ ഒക്കെ അയച്ച. അപ്പൊ ഞാനും ആ സന്തോഷത്തിൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം വീട്ടിലിരിക്കുന്നതുപോലെ മഴക്കാലമാണ് തലശ്ശേരിയിൽ. ആ സമയത്ത് മഴ നല്ലോണം പെയ്ത് പറമ്പിൽ 2-3 വാഴയൊക്കെ അങ്ങ് പടർന്ന് വീണ് കിടന്നു. അപ്പം പൊതുവേ ഞാൻ പറമ്പിൽ ഇറങ്ങി ഒരു പച്ചപ്പുല്ല് പോലും പറിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അന്ന് എന്തോ എന്റെ മനസ്സിൽ തോന്നി, ആ വാഴയൊക്കെ ഒന്ന് വെട്ടി പറമ്പിൽ അങ്ങ് കൊണ്ട് കളയണം,
ആ വഴിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണമെന്ന് വെച്ചിട്ട് മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് തോന്നുന്ന സമയത്ത് ഞാനൊരു വാക്കത്തിയൊക്കെ എടുത്ത് ഇറങ്ങി. രണ്ട് ചെറിയ വാഴയും ഒരു നല്ലൊരു സൈസുള്ള ഒരു വാഴയായിരുന്നു. അതൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങനെ കൊണ്ട് കളഞ്ഞ് ലാസ്റ്റ് ആ സൈസുള്ള ഒരു വാഴ എടുത്ത് കളയാൻ പോയി. അതിങ്ങനെ എടുത്ത് വീശി കളഞ്ഞ് കൈ തിരിച്ചിങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അവിടെ എന്റെ ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് ഈ മുട്ടക്കോഴി കൃഷി ചെയ്തായിരുന്നു, ഒരു ചെറിയൊരു ഫാമൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ കോഴിക്കാഷ്ടമൊക്കെ ഇടാൻ വേണ്ടി ഒരു ടാങ്ക് പണിതതിന്റെ മണ്ടക്ക് ഈ മെറ്റൽ ഷീറ്റ് വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വീശി തിരിച്ച് കൈ ഇങ്ങനെ തിരിച്ചെടുത്ത സമയത്ത് ഈ കൈ കൊണ്ടുപോയി വിരൽ കൊണ്ടുപോയി ഈ മെറ്റൽ ഷീറ്റിൽ കൊണ്ട് അടിച്ചിട്ട് എന്റെ കൈയുടെ രണ്ട് വിരൽ ഇവിടെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാട് കാണാൻ പറ്റും, ഈ രണ്ട് വിരലിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ടായിട്ട് ഈ അകത്തെ എല്ലിന് തൊട്ടു മേലെയുള്ള എല്ലാ സംഗതികളും പീസായിട്ട് രണ്ടായിപ്പോയി. അപ്പൊ ഈ നമ്മുടെ കൈക്കകത്ത് ഇത് കേൾക്കുന്നതിൽ നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം, ടെൻഡന്റ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഒരു ബോൺ പോലെ ഒരു സാധനമുണ്ട്. ആ ടെൻഡന്റ് ആണ് നമ്മുടെ ഈ വിരലുകളുടെ മൂവ്മെന്റ്സ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ടെൻഡന്റ് ഒക്കെ രണ്ട് പീസായി മുറിഞ്ഞിട്ട് ഇങ്ങനെ വിട്ടു നിൽക്കും, ഒരു അനക്കവും ഇല്ലാതെ. എനിക്കാണ് പൊതുവെ ഒരു പ്രശ്നമുള്ളത്, എനിക്ക് എന്റെ സ്വന്തം രക്തം കണ്ട തല കറങ്ങും. അപ്പൊ ഞാൻ കൈ അടിച്ചു കഴിഞ്ഞ് നോക്കും, കയ്യിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാന്ന് പറഞ്ഞ് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ തലയൊന്നും കറങ്ങാതെ വീട്ടിൽ എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ചെടുത്തി വീട്ടിൽ എത്തിക്കേണ്ടി ഞാൻ വൈഫിനോട് പറഞ്ഞു കൈ മുറിഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ വീട്ടിൽ വണ്ടിയുണ്ട്, പക്ഷെ ഈ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അപ്പൊ അവനാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കും വരാൻ. രണ്ടു മൂന്ന് കസിൻസിനെ വിളിച്ചപ്പോ ആരും സ്ഥലത്തില്ല. അങ്ങനെ കയ്യിലൊരു തുണിയൊക്കെ കെട്ടി ഞാനൊരു 1.5 മണിക്കൂർ വീട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കൂട്ടുകാരൻ വന്നു കഴിഞ്ഞ് നേരെ അപ്പോഴേക്കും ഒരു ഉച്ച ആവാറായി. നേരെ തലശ്ശേരി ചെന്നു. ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഉച്ചയോടെ OP എല്ലാം കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഒക്കെ പോയി, ഡോക്ടേഴ്സ് ഇല്ല. പിന്നെ അവിടെ നിന്ന് അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ OP ടിക്കറ്റ് എടുത്ത് കുറെ നേരം കാത്തു നിന്ന് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അയ്യോ എനിക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല, മറ്റൊരു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രാവിലെ കൈ മുറിഞ്ഞിട്ട് എന്റെ കൈയുടെ സർജറി ചെയ്യുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അപ്പം അകത്തും പുറത്തൊക്കെ ആയിട്ട് 18 or 20 എങ്ങാണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റിച്ച് ഇടുമ്പോഴും എന്റെ ടെൻഷൻ കൈ മുറിഞ്ഞതിന്റെ അല്ല, എന്റെ ടെൻഷൻ ഇതായിരുന്നു, അയ്യോ ഈ കൈ ശരിയായിട്ട് വേണം എനിക്ക് പോയി ജോയിൻ ചെയ്യാൻ. കർത്താവ് എനിക്ക് അനുഗ്രഹങ്ങൾ അവിടെ വെച്ചേക്കുവാണ് എറണാകുളത്ത്, അത് മിസ്സാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാനും വിചാരിച്ചു എന്തായാലും കൈ റെഡിയാക്കി കഴിയുമ്പോൾ 2 വിരലിനല്ലേ മുറിവുള്ളൂ, അപ്പൊ ചെറിയൊരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കെട്ടിയതും കൊണ്ട് അങ്ങ് പോവാം എന്നൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ കണ്ണൊക്കെ തുറന്ന് ബോധം വന്ന് നോക്കുമ്പോൾ കൈ ഇവിടം മുതൽ ഇവിടം വരെ ഹാർഡ് പ്ലാസ്റ്റർ ഇട്ടിട്ട് വെച്ചേക്കാം. അത് ഒരു പ്രത്യേക പോലെ ഒരുമാതിരി പാമ്പിന്റെ കൈ ഇങ്ങനെ ആയിരുന്നു എന്റെ കൈ വെച്ചതേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു നെക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് ടയറൊക്കെ ഇതൊക്കെ കെട്ടി തന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു അറ്റാക്ക് വരാതിരുന്നില്ല. ഞാൻ വിളിച്ചു കർത്താവ് ഇതും കൊണ്ട് എങ്ങനെ ജോലിക്ക് പോകുന്നത്. ഞാൻ ഡോക്ടറെന്ന് വിചാരിച്ചു, ഡോക്ടറെ എനിക്കിങ്ങനെ അടുത്ത മാസം ജോയിൻ ചെയ്യാനുള്ളത്, അപ്പോഴേക്കും ദൂരമായിരിക്കുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു 1 മാസം ഒന്നല്ല, ചുരുങ്ങിയത് 3 മാസം എടുക്കുക ദൂരണമെങ്കിൽ എന്ന് പറഞ്ഞു. ഞാനാകെ തകർന്നു പോയി. കർത്താവ് തന്ന അനുഗ്രഹം വീണ്ടും പിശാച് തട്ടിയെടുക്കുവാണല്ലോ. ഞാൻ അങ്ങനെ ആ കമ്പനിയിൽ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളുടെ വർക്കും കഴിഞ്ഞിട്ടില്ല, ഒരു 3 മാസം എന്തായാലും ടൈം എടുക്കും, അപ്പം സാർ അപ്പോഴേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് സന്തോഷം. ഞാൻ കർത്താവ് കരുതുന്ന കരുതൽ. ഞാൻ വീണ്ടും കർത്താവിനെ സ്തുതിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഇത് ഊരിക്കഴിയുമ്പോഴേക്ക് ഊരുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുവാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് കാൽക്കുലേഷൻസ് ഉണ്ടായി, എന്തായാലും പഴയ പോലെ കത്തി പിടിക്കണ്ട, കുക്ക് ചെയ്യണ്ട, ഓഫീസ് വർക്കാണ്, മാനേജറാണ്, ടൈപ്പിങ്ങും സൈൻ ചെയ്യലൊക്കെ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഊരിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഈ 2 വിരലുകൾ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതായത് നിവരത്തുമില്ല, ഇത് മടങ്ങത്തുമില്ല എന്ന് പറഞ്ഞ ഒരു പേന പോലും ഈ കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ എങ്ങനെ ഈ കൈ കൊണ്ട് ജോലി എന്ന് വെച്ചത്. പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വീണ്ടും അവരെ വിളിക്കാം, അപ്പൊ അവര് കുറച്ചുകൂടെ സമയം തരുമായിരിക്കും. ഞാൻ വീണ്ടും വിളിച്ചു, പക്ഷെ അവര് പറഞ്ഞു സാറേ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ വേറെ ആളെ എടുത്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആകെ തകർന്നു പോയി. കർത്താവ് തന്നൊരു അനുഗ്രഹം കൈവിട്ടു പോയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം എന്റെ സഹോദരൻ പാസ്റ്ററായിട്ട് ദൈവവേലയിലായിരിക്കുന്ന എന്റെ സഹോദരൻ ഒരു ദിവസം വിളിച്ച് എന്നോട് ചോദിച്ചു, നിനക്ക് ഇത്രയായിട്ടും നിനക്ക് ഒന്നും മനസ്സിലായില്ല, നീ ഒന്നും പഠിച്ചില്ലേ എന്ന് വെച്ചു. അപ്പൊ ഞാനും വെച്ചു എന്തോ പഠിക്കാനാ, കൈ മുറിഞ്ഞാൽ ഇപ്പൊ സ്റ്റിച്ച് ഇട്ടു, അത് ഡോക്ടർ ചെയ്തു, അതിൽ ഞാൻ തന്നെ പഠിക്കണ്ടേ. അപ്പൊ അതിനോട് പറഞ്ഞു നീ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തായിരുന്നു, നീ എന്നിട്ട് ആ തീരുമാനത്തിലാണോ ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചു. അത് എന്റെ ഹൃദയത്തിനകത്ത് ഒരു വെള്ളിടി പോലെ അങ്ങ് വെട്ടി. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയായി പോയി.
അങ്ങനെ ഒരു ഞാൻ തീരുമാനം എടുത്തു, ശരിയാണ്, അതിൽ നിന്ന് മാറി. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ, നമുക്ക് അറിയാം, എന്നിരുന്നാലും നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഒരാളുണ്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും ഓർക്കുന്നത്. അപ്പൊ ഞാൻ അത് കേട്ടോണ്ട് ഞാൻ പിന്നെ ചെന്ന് എന്റെ വീട്ടില് മേലത്തെ റൂമില് പോയിട്ട് ഞാൻ കഥ അടച്ചിരുന്ന പൊട്ടിക്കരഞ്ഞു. ഞാൻ പൊതുവെ അങ്ങനെ കരയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞാൻ അങ്ങ് വാവിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ തെറ്റ് ചെയ്തു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ ആദ്യം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്ക്. ഞാൻ പറഞ്ഞ, കർത്താവ്, ഇനി ഒന്നും നോക്കാനില്ല, ഇനി എനിക്ക് രണ്ടാമതൊരു അഭിപ്രായവും ഇല്ല, ഞാൻ ദൈവവേലയിൽ നിന്ന് പിന്മാറത്തുമില്ല. അങ്ങനെ അന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദൃഢമായ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങള് മുന്നോട്ടേക്ക് പോയപ്പോഴേക്ക് ഞാൻ നോക്കിയിട്ട് ഒരു വാതിലും തുറന്നു വരുന്നില്ല. മിനിസ്ട്രി ചെയ്യാനാണെങ്കിലും എന്റെ പരിമിതമായ ബുദ്ധിക്കകത്ത് ഞാൻ നോക്കുമ്പോൾ തലശ്ശേരി എന്ന് പറയുന്നത് കേരളത്തിന്റെ മലബാർ ഏരിയ, പലർക്കും അറിയുന്ന പോലെ മലബാർ ഏരിയ ഭയങ്കര ആത്മീയമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ദൈവവേല തുടങ്ങിയിട്ടുള്ളവരിൽ പലരും ഇന്ന് ദൈവവേലയെ അവിടെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ദൈവവേല ഞാൻ എങ്ങനെ ആരംഭിക്കും? പിന്നെ ഇനി അതല്ല, ഈ മധ്യ കേരളം മുതൽ താഴോട്ടേക്ക് വരാൻ നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷകന്മാരും ചർച്ചും കാരണം തട്ടിയും മുട്ടിയും നടക്കാൻ വയ്യ. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ പിന്നെ എന്തോ ചെയ്യാൻ? അല്ലെ പിന്നെ ഈ പലരും ചെയ്യുന്ന പോലെ, അല്ലെ പറയുന്ന പോലെ ഞാൻ എവിടെയെങ്കിലും ഒരു ചർച്ച തുടങ്ങി അടുത്തുള്ള ചർച്ചയിലൊക്കെ ആളെ വലിക്കണം. ആ പരിപാടിക്ക് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു വ്യഗ്രതയിലും വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. ആസാമില് ഒരു ദേവദാസനുണ്ട്, എന്റെ ബ്രദർ വഴി ഞാൻ പരിചയപ്പെട്ടത്. അപ്പൊ എന്തുകൊണ്ട് ഒരു 3 മാസത്തേക്ക് ആസാമിൽ പോയിക്കൂടും? അപ്പൊ എന്റെ ഭാര്യയും വൈവാമറായിരുന്നതുകൊണ്ട് ഭാര്യ എപ്പോഴും പറയായിരുന്നു, നിങ്ങൾ മിഷൻ ഫീൽഡുകൾ പോയി സന്ദർശിക്കണം, മിഷൻ ഫീൽഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ആസാമിലൊന്ന് പോയാലോ. പക്ഷേ ഈ പല മലയാളികൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്റെ മനസ്സിലുണ്ട്. തെറ്റിദ്ധാരണ അല്ല, പലയിടത്തും അങ്ങനെയാണ്. എന്നിരുന്നാലും എനിക്കും ആ ധാരണ വന്നു, നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ഉള്ള ദേവദാസന്മാര് ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെയാണ് ദൈവവേല ചെയ്യുന്നത്. ഒറ്റ മുറിക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നത്. ചിലപ്പം ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ ഇരിക്കുമായിരിക്കും. അപ്പൊ എന്നെ പോലെയുള്ള ഭക്ഷണപ്രേമിയായ ഒരു വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാകത്തില്ലേ എന്നൊക്കെയുള്ള ഒരു സംശയം എനിക്ക് വന്നതുകൊണ്ട് ഞാനിത് ആരോടും പറഞ്ഞില്ല. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ എന്റെ സഹോദരൻ എന്നെ വിളിച്ച സമയത്ത് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എന്തോ മഴ പെയ്യുന്നോ? മഴ പെയ്യുന്നോ? അവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. സൗണ്ടിന് ഇതിന്റെ മേലെ ഈ ടിൻ ഷീറ്റ് ആയതുകൊണ്ട് വെള്ളം വീഴുമ്പോൾ ഭയങ്കര ശബ്ദം. അത് കുഴപ്പമില്ല. അല്ല, എനിക്ക് ഇച്ചിരി സൗണ്ട് ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞാലേ. അപ്പം അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എന്റെ സഹോദരൻ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ആസാമിൽ പാസ്റ്റർ വിളിച്ച സമയത്ത് പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, എന്റെ ചേട്ടന് ഒരു 3 മാസത്തേക്ക് ആസാമിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയോട് വരാൻ പറയാനാണ്. അപ്പൊ ഇത് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണം. കാരണം എന്റെ മനസ്സിലും 3 മാസം എന്നുള്ളൊരു ടൈം പീരീഡാണ് വന്നത്. ആ ദേവദാസം വിളിച്ചു പറഞ്ഞപ്പോഴും 3 മാസം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പോവാം, എനിക്കിങ്ങനെ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നു. അപ്പൊ എന്നെ നന്നായിട്ട് എന്റെ സഹോദരൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ പിന്നെ തീരുമാനം മാറ്റുന്ന അറിയാവുന്നതുകൊണ്ട് അവൻ അന്ന് തന്നെ പോയിട്ട് എനിക്ക് പോകാൻ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. എന്നോട് പറഞ്ഞു, നിനക്കൊരു ടിക്കറ്റ് എടുത്തു, എനിക്ക് പോകാതിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എറണാകുളം ചേർന്നു. ആസാമിൽ വണ്ടി കയറി 3 മാസത്തേക്കുള്ള സാധന രംഗവും വസ്തുക്കളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പല ദർശനങ്ങളും വിഷൻസും ഒക്കെ ദൈവം കാണിച്ചു തരുമായിരുന്നു. അതില് ചില സംഗതികൾ ഞാൻ എന്റെ പുസ്തകത്തിൽ കുറിച്ചിടുകയും ചിലത് ഞാൻ വരച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആസാമിൽ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ ഭൂട്ടാനിൽ രാവിലെ ഞാനും ഇവിടെയുള്ള ദേവദാസനും മറ്റൊരു സഹോദരനും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെ ഒരു പ്രയർ വോക്ക് എന്നുള്ള രീതിയിൽ ഭൂട്ടാനിലേക്ക് പോകും. ഭൂട്ടാനിൽ ചെന്നപ്പം ഇവിടുത്തെ ടൗണില് ചെറിയൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. ഈ ബുദ്ധ സന്യാസികളൊക്കെ താമസിക്കുകയും അവർ വിദ്യ അഭ്യസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ്. അപ്പൊ അവിടത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദേവദാസനെ ഇത് വല്ലതും ഉണ്ടോ? ഇയർഫോണോ അങ്ങനത്തെ ഹെഡ്സെറ്റ് വല്ലതും ഉണ്ടോ? ഇയർഫോൺ ഉണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതിനാണ് അത് വർക്ക് ചെയ്യുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല, മനസ്സിലാവുന്നില്ല പറയുന്നത്.
കേൾക്കുന്നുണ്ട്, പക്ഷെ മഴയുടേതായ വലിയൊരു ശബ്ദം അവിടെ കേൾക്കുവാണ്. അപ്പം ആ, ആ ആ, ആ ആ. നോക്കട്ടെ. ആ ആ ഫാസ്റ്റ്. ഇവിടെ നമുക്ക് പല എന്താ പറയുക ലിമിറ്റേഷൻസും ഉണ്ട്. ഉണ്ട് ഉണ്ട്. ആ ഫാസ്റ്റ് പറഞ്ഞു പറഞ്ഞു നോക്കാം. ഓക്കെ ഓക്കെ. ഉം. അപ്പൊ അങ്ങനെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് ഞങ്ങൾ ചെന്ന് അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ ആദ്യത്തെ വ്യൂ എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാന് നാട്ടിലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം കാണിച്ചെന്ന ദർശനത്തില് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ആ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. അതെനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം ഭൂട്ടാനെ കുറിച്ചുള്ള ഒരു ദർശനം തന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും എന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഭൂട്ടാനെ പറ്റി ദൈവം ഒരു ദർശനം തന്നതുകൊണ്ട് ഭൂട്ടാന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. അപ്പം 3 മാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഭൂട്ടാന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഭയിലും പറയാം എല്ലാവരോടും ഭൂട്ടാന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും തിരിച്ചു പോകും. പക്ഷേ ചില ആഴ്ചകൾ കഴിഞ്ഞ് ഒരു ഫ്രൈഡേ ചേർച്ചിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ആരാധനയുടെ ഇടയില് എന്റെ അകത്ത് ദൈവം ഭൂട്ടാനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സാംഗ്രൂപ് ചൊങ്കാർ എന്ന് പറയുന്ന ആ ചെറു പട്ടണത്തെ കുറിച്ച് ദൈവം എനിക്ക് ഭയങ്കര ഒരു ഭാരം എന്റെ ഹൃദയത്തിനകത്തേക്ക് തന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചർച്ചിൽ അങ്ങ് തറയിലേക്ക് കമഴ്ന്നു വീണ് കിടന്നങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഇതുവരെ കരഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എന്റെ കാര്യത്തിനല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ദേശത്തിനു വേണ്ടി ഒട്ടും ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പം അന്ന് ഞാൻ കരയാൻ തുടങ്ങിയപ്പം എന്നോട് ദൈവം ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നീ എനിക്ക് വേണ്ടി ഭൂട്ടാനിൽ പോവോ? ഭൂട്ടാനിൽ എനിക്ക് വേണ്ടി ദൈവവേല ചെയ്യുമെന്നാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ ഭൂട്ടാനിലല്ല, എവിടെ വേണമെങ്കിലും ഞാൻ പോകും, നീ പറഞ്ഞാൽ ഞാൻ പോകും. അപ്പൊ വിശ്വനാഥൻ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, നീ എനിക്ക് വേണ്ടി ജയിലിൽ പോകുമായിരുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ സത്യമായിട്ടും എനിക്ക് ഭൂട്ടാന്റെ പശ്ചാത്തലമോ ഭൂട്ടാനിലെ സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. പക്ഷെ ദൈവം ചോദിച്ചു, ഞാൻ പറഞ്ഞു, കർത്താവ് ജയിലല്ല, ഇനി മരിക്കാനാണേലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇനി നീ പറയാതെ ഈ ദേശം വിട്ട് ഞാൻ പോകത്തില്ല. അങ്ങനെ ഞാനത് ഇവിടുത്തെ ചർച്ചിലുള്ള പാസ്റ്ററോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം എങ്ങനെയാണോ നടത്തുന്നത് അതിനനുസരിച്ച് നമുക്ക് നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞാൽ വീണ്ടും ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് വീണ്ടും ഒരു കാര്യം ആവശ്യപ്പെട്ടു, കുടുംബത്തെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഈ കേൾക്കുന്നവരിൽ പലർക്കും ഉള്ള അനുഭവം പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, നമ്മളത് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കും. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, താല്പര്യമില്ലാത്ത കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, കർത്താവ് സത്യമായിട്ട് ഇത് നീ ആണോ, അപ്പൊ പിശാച് തോന്നിക്കുന്നതാണോ? അപ്പൊ എനിക്കും ഇതേ ചോദ്യമായിരുന്നു. ഞാനും 2-3 ആവർത്തി ചോദിച്ചു. അപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞു, നീ കുടുംബത്തെ കൊണ്ടുവരണം, നിങ്ങളുടെ കുടുംബമായിട്ട് ഇവിടെ മിനിസ്റ്റർ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് കൊണ്ടുവരാം, പക്ഷെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? കാരണം ഞാൻ അന്ന് സാമ്പത്തികമായിട്ട് 0 എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുവാണ്. ഞാൻ ഇവിടെ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടോ ഒന്നും നിൽക്കുമല്ല. അപ്പം സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഇവിടെ നിന്ന് ഞാൻ ആദ്യം നാട്ടിൽ പോകണം, അതിന് കാശ് ചെലവുണ്ട്, നാട്ടിൽ നിന്ന് തിരിച്ച് അവരെ കൊണ്ടുവരണം, അങ്ങനെ മൊത്തത്തിൽ കാശ് ചെലവ്, ഞാൻ എങ്ങനെ ഇത് ചെയ്യും? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ ചൂട് നീ വെക്കും, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഞാനത് വിശ്വസിച്ചു. ഞാൻ ദൈവം പറഞ്ഞ കാര്യം ഏറ്റെടുത്തു. ആദ്യത്തെ ചോടെന്നോണം ഞാൻ നേരെ വീട്ടിൽ ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് പോലെയാണ് കാര്യം, ദൈവം എന്നോട് ഇന്നൊരു കാര്യം ഇടപെട്ടു, കുടുംബത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വരും, നമുക്ക് 2 മാസം അവിടെ നിന്ന് തിരിച്ചു വരും, നിങ്ങൾ എൻ്റെ കൂടെ വരണം, നമ്മൾ ഇനി ഇവിടെയാണ്, ദൈവം പറയുന്നത് ഇവിടെയാണ് ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് മുന്നമേ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് ദൈവം ദർശനം കൊടുത്തിരുന്നതുകൊണ്ട് ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ദർശനങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ അവള് ഹാപ്പി, അവള് ഡബിൾ ഓക്കെ, അവൾ ഓക്കെ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ദൈവം അത്ഭുതകരമായിട്ട് വഴികൾ തുറക്കാൻ തുടങ്ങി. ഞാൻ നാട്ടിലേക്ക് വരാനുള്ള സമയം അടുത്ത് വരുമ്പോഴേക്ക് എനിക്ക് ടിക്കറ്റ് എടുക്കണം, പക്ഷെ ടിക്കറ്റ് എടുക്കാൻ കാശില്ല. ആ കറക്റ്റ് ടൈമിൽ ദൈവം ഒരു വഴി തുറന്നു. അത് അവിടെ മുതൽ ഞാൻ എൻ്റെ മകളുടെ അഡ്മിഷൻ ഇവിടെ എടുത്ത് എല്ലാം ചെയ്ത് ക്രമീകരിച്ച് അവളുടെ പുസ്തകം എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ചെല്ലുന്നത്. നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുടുംബമായിട്ട് പലയിടത്തും പോകാം, കുടുംബങ്ങളോടൊക്കെ പോയി യാത്ര പറയാനുണ്ട്, ഭാര്യ വീട് കോട്ടയത്താണ്, അപ്പോൾ യാത്രയുണ്ട്.
അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അന്ന് ഞാൻ എടുത്തിരുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു, ഒരു പുതിയ വണ്ടി. അത് ദൈവവേലയ്ക്ക് ഇറങ്ങിയ കയറിയ സമയത്ത് ഞാൻ EMI അടക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പം ഫൈനാൻസ് ചെയ്തിരിക്കുന്ന കമ്പനി കൊടാക് മഹീന്ദ്രയായിരുന്നു. അവർക്ക് തന്നെ വണ്ടി ഞാൻ സറണ്ടർ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് EMI അടക്കാൻ പറ്റത്തില്ല, വണ്ടി നിങ്ങൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവരത് തിരിച്ചെടുത്തായിരുന്നു. അപ്പൊ എടുത്ത സമയത്ത് ഞാൻ ആസാമിൽ വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നിങ്ങളുടെ വണ്ടി ഞങ്ങൾ സെയിൽ ചെയ്തു, പക്ഷെ നിങ്ങൾ ഇനിയും 2,30,000 രൂപയും കൂടെ തന്നാലേ നിങ്ങളുടെ പേരിലുള്ള ലോൺ ക്ലോസ് ആവത്തുള്ളൂ. അതല്ല എങ്കിൽ ഇത് അടക്കുന്നത് പോലെ 18% പലിശയിൽ മാസം ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അന്ന് വക്കീൽ നോട്ടീസിനേക്കാളും പ്രാധാന്യം ദൈവവിധി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ വക്കീൽ നോട്ടീസ് 4,000 മടക്കി എന്റെ കുറിച്ചിന്റെ മണ്ട പിടിച്ചിട്ട് ഞാൻ അടുത്ത വണ്ടി പിടിച്ച് ആസാമിൽ വരികയാണ്. അപ്പൊ അതിനകത്ത് ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുന്നത്, ഞാനിവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പം എന്റെ അമ്മ ഒരു ലോണിന്റെ ആവശ്യത്തിന് ബാങ്കിലേക്ക്. അമ്മ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ ടീച്ചർ ആയിരുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒരു ശീലം അവരുടെ കേസിലേക്ക് വെച്ച് ലോൺ എടുക്കുക, മറ്റാരോടും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ലോൺ എടുത്ത് പ്രാഗൽഭ്യവും എക്സ്പീരിയൻസും ശീലവും ഉള്ളതുകൊണ്ട് അന്ന് ഇതേപോലെ ചെറിയൊരു ഞെരുക്കം വന്നപ്പോൾ നേരെ ബാങ്കിൽ ചെന്നു. അപ്പൊ എന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ലോൺ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ അമ്മ അത് ശീലമായതുകൊണ്ട് മാറ്റത്തില്ല. പക്ഷെ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ പേരിലുള്ള വാഹനത്തിന്റെ ലോൺ നിങ്ങളാണ് ഗ്യാരണ്ടി സൈൻ ചെയ്തത്, അതാണ് നിങ്ങളുടെ സിവിൽ സ്കോർ പോയി, അതുകൊണ്ട് ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, മമ്മി ഏതായാലും ഇത് ലോൺ എടുക്കത്തില്ല. പക്ഷെ അന്ന് രണ്ടാമത് ലോൺ കാര്യം പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ പേരില് കൊടാക് മഹീന്ദ്രയില് കാശ് മാറ്റി അടക്കാനുണ്ട് 2,30,000. പക്ഷെ അത് കൊടാക് മഹീന്ദ്ര ഫൈനാൻസ് കമ്പനി വേവ് ചെയ്ത് ആ ലോൺ അവർ എഴുതി തള്ളി ക്ലോസ് ചെയ്തു. അപ്പൊ അക്ഷരാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രഥമ ദൃഷ്ട്യ ഇങ്ങനെ ഒരു ശക്തമായ ഒരു അത്ഭുതം നടക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ ഇതെനിക്കത് വിശ്വാസം വരാതെ, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കൊടാക് മഹീന്ദ്ര ഒരു ബാങ്ക് അല്ല, ഫൈനാൻസിങ് കമ്പനിയാണ്. അപ്പൊ അവര് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല കിട്ടാനുള്ള കാശിൽ. ഞാൻ എന്റെ ഒരു സുഹൃത്ത് കൊടാക്കിൽ വർക്ക് ചെയ്യുന്ന, ഞാൻ അവനെ വിളിച്ചു ചോദിച്ചാൽ എന്നൊരു കാര്യമുണ്ട്, ഇതൊന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞ അവൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. 10 രൂപയാണെങ്കിലും പലിശ അടക്കം വാങ്ങി ഞങ്ങളുടെ കമ്പനിക്ക് ശീലമുള്ളതെന്ന്. പക്ഷെ അവൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എന്നെ വിളിച്ചു ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു, നിന്റെ ലോൺ അവർ വേവർ ചെയ്തു, എഴുതി തള്ളി, അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് വന്നൊരു ഉറപ്പിന്റെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവരുടെ പോക്കറ്റിൽ നിന്നെടുത്തായിരിക്കും അടച്ചിട്ടുണ്ടാകാൻ, എന്റെ ലോൺ സെറ്റ് ചെയ്താണ് നേരെ സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറയാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ കേൾവിക്കാരോടും അല്ലെങ്കിൽ കാണുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മള് ദൈവം വിളിച്ച വിളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു, അതോടുകൂടി നിങ്ങൾക്ക് സകലത്തിൽ ലഭിക്കും. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളത് മറന്നേക്കുക. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ ഉണ്ടാക്കിയ എന്റെ ഒടയ തമ്പുരാനെ എന്റെ ആവശ്യങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിന്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പം തിരിച്ച് മടങ്ങി വരാം. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവ് നാട്ടിൽ ചെന്ന വാഹനമില്ലാതെ എന്ത് ചെയ്യും, വാഹനം ഉണ്ടായിരുന്നൊക്കെ ദൈവവേലയുടെ കർത്താവിന്റെ നാമം നിമിത്തം ഞാൻ തിരിച്ചത് സറണ്ടർ ചെയ്ത വന്നത്. അപ്പൊ എന്തോ തിരിച്ചെടുത്ത് വണ്ടി എടുക്കാൻ താൽക്കാലികമായിട്ട് എടുക്കാനാണെങ്കിലും സാമ്പത്തികം അനുഭവിക്കുന്നില്ല. അപ്പൊ പശുധാരന്മാരോട് പറഞ്ഞു, നീ ചെല്ലു, നീ കേരളത്തിൽ കാല് കൊടുക്കുന്നതോടുകൂടെ നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഞാൻ എറണാകുളത്താണ് പോയി ഇറങ്ങുന്നത്. അവിടെ ലാൻഡ് ചെയ്തു, ബ്രദർ വന്ന് പിക്ക് ചെയ്തു, പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് തലശ്ശേരിയിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ സ്റ്റാറ്റസിൽ കണ്ടു നീ നാട്ടിൽ വന്നെന്ന്, നീ എപ്പോഴും തലശ്ശേരിക്ക് വരുന്നത്, നീ വന്നു കഴിഞ്ഞാൽ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, വണ്ടി ഞാൻ റെന്റിൽ എടുത്തോളാം, നീ രാവിലെ കുറച്ച് സമയം എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വണ്ടി കയറത്തില്ല, അതുകൊണ്ട് നിന്റെ വീട്ടിൽ വണ്ടി എടുത്തോ, നീ ഉപയോഗിച്ചോളൂ. ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞു, കർത്താവ് നിന്റെ കരുതൽ അത് മാനുഷിക ചിന്തകൾക്ക് അപ്പുറമാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഞാൻ 2 മാസം നാട്ടിലുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞ് കുടുംബത്തെയും കൊണ്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് വരുന്നതിന് അന്ന് വരെ
ഞാൻ എന്റെ സുഹൃത്ത് വാടകയ്ക്ക് എടുത്ത് വണ്ടിയാണ് യൂസ് ചെയ്തത്. അതില് 1 രൂപയുടെ പെട്രോൾ പോലും ഞാൻ അടിച്ചിട്ടില്ല. സ്വന്തം. പക്ഷെ എനിക്ക് പോകാനുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചെന്നു. അവരെന്നോട് ഞാൻ അടിച്ച എണ്ണയാ, നീ എടുത്ത് പോയോ എന്ന് കണക്കും ചോദിച്ചിട്ടില്ല. എണ്ണ തീരുമ്പം രാവിലെ പഠിപ്പിക്കാൻ കൊടുത്തോണ്ട് അവൻ എണ്ണ ഇങ്ങനെ അടിച്ചിടും, ഞാൻ ഓടിച്ചോണ്ടിരിക്കും. അതാണ് കർത്താവ് കരുതി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു, കുടുംബമായിട്ട് വന്നു. അമ്മ വന്നില്ലായിരുന്നു, അമ്മക്ക് നാട്ടില് കുറച്ച് കാര്യങ്ങളുള്ളൂ വന്നു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങളും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇവിടെ എത്തി 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ 1 രൂപ പോലും ഇല്ലാതെ പോക്കറ്റ് കാര്യമായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ കൂട്ടാൻ വന്നത്, അതും ദൈവവിളി കഴിഞ്ഞിട്ട് മാത്രം. അതുകൊണ്ട് മനുഷ്യനല്ലേ, നമുക്കൊരു കൗതുകം ഇച്ചിരി ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര രൂപ ചെലവായിരുന്നു. അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഇരുന്ന് ഇവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുത്തത് മുതലുള്ള കണക്കുകൾ കൂട്ടി എല്ലാം കൂട്ടി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എന്റെയും ഭാര്യയും കണ്ണു തള്ളിപ്പോയി. കണ്ണ് തള്ളിയതിനേക്കാൾ ഉപരിയായി കണ്ണ് നിറഞ്ഞു പോയി ദൈവത്തോടുള്ള നന്ദി. കാരണം മൊത്തത്തിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു. ഇന്നും എനിക്കറിയത്തില്ല ആ 1 ലക്ഷം രൂപ വന്ന വഴി. പക്ഷെ ആ വന്ന കരങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവികമായ ഒരു കരുതലിന്റെ ഭാഗമായിരുന്നു അതൊക്കെ. ഇതൊക്കെയും സംഭവിച്ചത് ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയിൽ നമ്മൾ ഉന്നതമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് കേൾക്കുന്ന പലരിലും നിങ്ങൾക്കും ദൈവവിളി ഉണ്ടായിട്ടുണ്ട്. ആ ദൈവവിളി എന്താണെന്ന്, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പല പ്രതിസന്ധികൾ കാരണവും ജീവിതത്തിന്റെ പല അനുഭവങ്ങൾ കാരണവും നിങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ജീവിതം അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ ദൈവവിളിക്ക് അനുയോജ്യമായി നമ്മൾ ചുവടുകൾ വെക്കാൻ തുടങ്ങിയത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കോളും. അത് നമ്മൾ നിരൂപിക്കുന്നതിനേക്കാൾ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മഹത്തരമായ രീതിയിലാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ലക്ഷ്യങ്ങൾ സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ലക്ഷ്യങ്ങൾ സമ്പാദിച്ചപ്പോൾ കിട്ടാത്ത സന്തോഷവും സമാധാനവും, ആ ലക്ഷ്യങ്ങൾ സമ്പാദിച്ചപ്പോൾ ഞാൻ ജീവിച്ചിട്ടില്ലാത്തതായ അന്തസ്സിലുമാണ് കർത്താവ് എന്ന് നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയാണ്, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാണ്, നിങ്ങൾ ദൈവ വേലയ്ക്ക് ഉള്ള വിളിയുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങും ഇങ്ങും അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്. എന്റെ ഭാഷ പറഞ്ഞ ഒരു പൊട്ടനെ പോലെയായിരിക്കും ദൈവസന്നിധി. കാരണം പൊട്ടന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവൻ സ്വന്തം ബുദ്ധിയിൽ ചിന്തിക്കത്തില്ല. അവൻ വിശ്വസിക്കുന്നത് ആരെയാണ്, ആ വ്യക്തി എന്ന് പറയുന്നു അതവൻ ചെയ്യും. അത് അവൻ ആപത്താണേലും അല്ലേലും എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ നമ്മളൊരു പൊട്ടന്മാരായിട്ട് ഇരുന്നാൽ ദൈവം നമ്മളോട് പറയുന്നത് നമ്മളത് ചെയ്യും. അതായത് നമ്മൾ രണ്ടാമതൊരു സെക്കൻഡ് തോട്ടിന് പോകുന്നത്. ഈ സെക്കൻഡ് തോട്ടിന് പോകുമ്പോഴാണ് നമ്മൾ തീരുമാനങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് പ്രിയ ജനമേ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവ വിളി ഉണ്ടെങ്കിൽ ആ വിളിയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഒരു ദിവസം നേരത്തെ ആ ദൈവ വിളിയിലേക്ക് നിങ്ങൾ അതിലേക്ക് കടക്കണമെന്നാണ് എന്റെ ആഗ്രഹവും ദൈവികമായ പദ്ധതികളാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നു. അതിനുശേഷം ഇവിടെ ഞങ്ങൾ മിനിസ്ട്രിയിലായിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം എനിക്ക് തന്നൊരു ദർശനം ഭൂട്ടാനെ കുറിച്ചായിരുന്നു. പക്ഷെ ഭൂട്ടാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭൂട്ടാൻ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമാണ്, ബുദ്ധിസ്റ്റ് കൺട്രിയാണ്. പുറമെ നോക്കുന്നവർക്ക് ഭൂട്ടാൻ ഒരു ബുദ്ധിസ്റ്റ് കൺട്രി ആണെങ്കിലും സത്യത്തിൽ ഭൂട്ടാൻ അറിയപ്പെടുന്നത് അഗ്നിവ്യാളിയുടെ നാടെന്നാണ്. അല്ലെങ്കിൽ സോറി, അഗ്നിവ്യാളിയല്ല, ഡ്രാഗൺ ഓഫ് തണ്ടർസ്റ്റോം, ഇടിമുഴക്കത്തിന്റെ വ്യാളിയുടെ നാടെന്നാണ് ഭൂട്ടാൻ അറിയപ്പെടുന്നത്. ഭൂട്ടാനിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെ എല്ലാ ചുവരെഴുത്തുകളിലും ഹൈന്ദവ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള പല ദേവീദേവന്മാരും, എന്നാൽ അതിനേക്കാൾ ഉപരി എല്ലായിടത്തും ഒരു ഡ്രാഗൺ സ്പിരിറ്റ് ഭൂട്ടാനിലുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭൂട്ടാൻ ഭയങ്കരമായ ഒരു പീസ്ഫുൾ കൺട്രി ആണെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ആഭിചാരങ്ങളും അങ്ങനെ ബ്ലാക്ക് മാജിക്കുകളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഭൂട്ടാൻ. ഇവിടെ ഭൂട്ടാനിൽ ഒരു കാലത്ത് ഇവൻ ഇപ്പോഴും പല കുരുതികളും നടക്കാറുണ്ട്. ഈ അന്യ ആരാധന കുരുതികൾ ഇവിടെ പലതും നടക്കാറുള്ള ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാനിൽ നമുക്ക് സുവിശേഷം പറയാൻ, ഗോസ്പൽ ഷെയർ ചെയ്യാൻ
ലീഗലി നമുക്ക് ഇവിടെ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ലീഗിൽ നമുക്ക് ബൈബിൾ പോലും ഭൂട്ടാനകത്തേക്ക് കയറ്റാൻ നമുക്ക് പറ്റത്തില്ല, അത് ഇല്ലീഗലാണ്. നമ്മുടെ രാജ്യത്തില് വിദേശത്ത് നിന്ന് മയക്കുമരുന്നും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എങ്ങനെ നിയമവിരുദ്ധമാണോ അതുപോലെ തന്നെ ഭൂട്ടാനിലേക്ക് ബൈബിളോ പാംപ്ലെറ്റുകളോ ലീഫ്ലെറ്റുകളോ പോസ്റ്ററുമായി ബന്ധപ്പെട്ടത് കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഭൂട്ടാൻ. പക്ഷെ ദൈവം സഹായിച്ച് എനിക്കും ഈ ഒരു 2 വർഷത്തിനിടയിൽ അതേ ഭൂട്ടാനിൽ എവിടെ ദൈവവേലയും ദൈവ വചനത്തെയും നിരോധിച്ചിരിക്കുന്നു അതേ ഭൂട്ടാനിലേക്ക് തന്നെ 800 ബൈബിളുകൾ കടത്തിക്കൊണ്ടു പോകാൻ, അങ്ങനെ തന്നെ പറയണം, എടുത്തോണ്ട് പോകാൻ പറയാൻ പറ്റത്തില്ല. ഒരു മിഷണറി മതത്തിലുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ സ്മഗ്ലിംഗ് ചെയ്യാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അത് എന്റെ കഴിവോ ഒന്നുമല്ല, പറയത്തക്കതായ ഒരു കഴിവും ദൈവത്തിന് കൊള്ളാവുന്ന ഒരു കഴിവ് എനിക്കില്ല. ചിലര് തമാശക്ക് പറയുന്നത് എന്നിൽ യാതൊരു ഔഷധ ഗുണവും ഇല്ല. പക്ഷെ എന്നെ നടത്തുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുമെന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം ആ ഒരു പർപ്പസിന് വേണ്ടി എന്നെ ഉപയോഗിച്ചു. ഞങ്ങളിവിടെ ഒരു സഹോദരൻ ഭൂട്ടാനിലെ ലിറ്ററേച്ചർ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഭൂട്ടാനിലെ പല പ്രദേശങ്ങളും ഇതുപോലെ പുള്ളിയുടെ വാഹനത്തില് 100ഉം 50ഉം ഒക്കെ ആയിട്ട് ബൈബിളുകൾ പല രീതിയിൽ ഒരുമിച്ചൊക്കെ കൊണ്ടുപോയി പല ചർച്ചസ്. ഈ ഭൂട്ടാനകത്ത് ഒരുപാട് അണ്ടർഗ്രൗണ്ട് ചേർച്ചസ് ഉണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ ചർച്ചയായിട്ട് നടത്താൻ പറ്റത്തില്ല. ഹൗസ് ചർച്ചും അതുപോലെ അണ്ടർഗ്രൗണ്ട് ചേർച്ചസ് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ബൈബിളും ലിറ്ററേച്ചറും കൊണ്ടുപോകുന്ന ഒരു സഹോദരനുണ്ട്. അപ്പം അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു നമുക്ക് ഇച്ചിരി കൂടുതൽ ബൈബിള് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന ഓർഗനൈസേഷന്റെ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു, ടെമ്പോ ട്രാവലർ. അപ്പൊ അതിനകത്ത് ഒരു 100-800 ബൈബിളും പിന്നെ അവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയുള്ള സ്കൂൾ ബാഗുകളും അതൊക്കെ ആയിട്ടൊന്ന് കൊണ്ടുപോകണം. നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറയുന്ന ചർച്ചിലെ പാസ്റ്റർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ ചർച്ചിന്റെ പാസ്റ്റർ, പിന്നെ ഒരു സഹോദരൻ, ഞാൻ, പിന്നെ ഈ ഭൂട്ടാനിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു സഹോദരൻ, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെയാണ് ഭൂട്ടാനിലേക്ക് പോകുന്നത്. ഭൂട്ടാനില് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ താമസിക്കുന്നിടത്തുള്ള ഭൂട്ടാൻ ബോർഡറല്ല, വെസ്റ്റ് ബംഗാളില് സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന്, സോറി ദേഗാവ് എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് ഭൂട്ടാന്റെ മറ്റൊരു അതിർത്തി പട്ടണമുണ്ട്, പുൻസുലിൻ എന്ന് പറഞ്ഞു. ആ പുൻസുലിനിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങള് ദിവസവും സമയമൊക്കെ പ്ലാൻ ചെയ്ത് പോകേണ്ടതിന്റെ തലേ ദിവസം ഞാനാണ് ട്രാവലർ ഓടിച്ചിരുന്നത്. അപ്പം ഞാനും മറ്റൊരു സഹോദരനും കൂടെ, ഞങ്ങൾ 2 പേരും കൂടെ ട്രാവലർ കൊണ്ട് ആ ഭൂട്ടാനിൽ മിനിസ്റ്റർ ചെയ്ത സഹോദരൻ വീട്ടിൽ ചെന്നു. പുള്ളി ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നു. അവിടെ ചെന്ന് ഞങ്ങള് ഈ വണ്ടി ട്രാവലറിന്റെ ഫ്രണ്ടിൽ കുറച്ച് സീറ്റുകൾ സിറ്റിങ്ങിനായിട്ടും സെൻട്രലായിട്ട് ഗ്രില്ല് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പുറകിൽ കാർഗോ ആയിട്ടും അങ്ങനെയാണ് വണ്ടിയുടെ ഒരു സ്ട്രക്ചർ. ഞങ്ങൾ ഈ പുറകിലെ കാർഗോ സെക്ഷനിലേക്ക് തലേ ദിവസം തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ പോയി ആദ്യം ഈ കാർട്ടൂൺ ബോക്സിനകത്തുള്ള ബൈബിളുകൾ കട്ടി വെച്ച് സ്റ്റാഗ് ചെയ്തിട്ട് അതിന്റെ മേലെ മുഴുവൻ സ്കൂൾ ബാഗ് വെച്ച് കവർ ചെയ്തു. കാരണം പക്ഷേ ചെക്കിങ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ സ്കൂൾ ബാഗ് കാണാൻ പാടില്ല. ആ പരുവത്തിന് ഞങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത് കെട്ടിയെല്ലാം വെച്ചു. അപ്പൊ എന്നോട് ഈ ബ്രദർ ചോദിച്ചു, ചിലവേ നമുക്ക് അവിടെ പുൻസുലിങ്ങില് ഇന്ത്യൻ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഡ്രൈവർ മാത്രമേ വണ്ടിയും കൊണ്ട് ഗേറ്റ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കോ പാസഞ്ചേഴ്സ് വണ്ടിക്കകത്ത് വരാൻ പറ്റില്ല, ഞങ്ങൾ വേറെ ഗേറ്റിൽ കൂടെ പാസ് ചെയ്ത് വേണം വരാൻ. അത് ജിനോ ഒറ്റയ്ക്ക് ഓടിച്ച് കയറാൻ പറ്റുമോ, ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് സത്യത്തിൽ ധൈര്യമൊന്നുമില്ലായിരുന്നു. കാരണം ബൈബിൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്ന രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്താണെങ്കിൽ പിന്നെയും പറയാം, ഒന്നുമില്ല ഇന്ത്യക്കകത്ത്, ഇതൊരു മറ്റൊരു രാജ്യത്താണ്. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം തന്നൊരു അവസരമാണ്, ഇത് കളയരുത്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഞാനിത് ചെയ്യും, ഞാനിത് മാറത്തില്ല. അങ്ങനെ പുള്ളി ഒരു നോക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ജയ്ഗാവ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിന്റെ പട്ടണത്തിലേക്ക് ഇന്ത്യൻ ബോർഡറിലെത്തി. അപ്പൊ അവിടെ ഭൂട്ടാനകത്തോടെ ചർച്ചയിൽ രാഷ്ട്രം കൂടെ വന്നു. എന്നോട് പറഞ്ഞു, ഇത് ഭൂട്ടാനിലെ രാഷ്ട്രമാണ്. ഈ പുള്ളി ജിനോയെ അകത്തേക്ക് കയറുന്ന സമയത്ത് പുള്ളി അകത്ത് റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യും. പുള്ളിയും കൂടെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പോകണം. ആ ടാസ്ക് കാണിച്ചു തരും നേരെ എവിടെയാണ് പാർക്കിങ്ങിൽ നിർത്തുന്നത്. എന്നോട് പറഞ്ഞു, ജിനോയെ ഒരു കാരണവശാലും പാർക്കിങ്ങിൽ അല്ലാതെ വേറെ എവിടെയും വണ്ടി നിർത്തരുത്, കാരണം അത് ഇച്ചിരി ക്രൗഡഡ് സിറ്റിയാണ്.
വേറെ എവിടെയെങ്കിലും നിർത്തിയാൽ ട്രാഫിക് വയലേഷൻ പോലീസ് ഒന്ന് പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടിക്കകത്ത് ബൈബിൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജിനോയും വണ്ടിയും തിരിച്ചിങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഒന്നുകൂടെ പറഞ്ഞിട്ട് ഈ വീണ്ടും വരികയും എന്നിരുന്നാലും ഞാൻ ചാൻസ് മിസ്സാക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ നോക്കിയ കുഴപ്പമില്ല, ഞാൻ അടുത്ത് നിന്ന് മാസ്റ്റർ ടിക്കറ്റ് പോയിക്കൊള്ളാമോ, കാരണം മാസ്റ്റർ മുന്നേ അന്ന് പോയി. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്നവരൊക്കെ ജയിലാവ് ടൗണിൽ ഇറക്കി ഞാൻ വണ്ടി മുന്നോട്ട് എടുക്കുന്നത്. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ SSB എന്ന് പറയുന്ന ഫോഴ്സ് അവരാണ് ബോർഡേഴ്സ് സെക്യൂരിറ്റി ചെയ്യുന്നത്. അവരുടെ ചെക്ക് പോയിന്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു ലേഡി ഓഫീസർ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാനും കേട്ട് കഴിഞ്ഞാലും എല്ലാം അറിയാം. പക്ഷെ ആ സമയത്ത് ദൈവം എന്നെ ഒരു പൊട്ടപ്പുള്ളിയെ ആക്കി അക്ഷരാർത്ഥത്തിൽ. പുള്ളിക്കാരി എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു വാഹനത്തിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, ഹിന്ദി എന്നോട് ചോദിച്ചു കടയിലേക്ക് സാമാനം കഴിക്കാൻ. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവില്ല. ആ ഹിന്ദി കേട്ടിട്ട് ഈ വളരെ സിമ്പിളായ ഹിന്ദിയാണ്, പക്ഷെ അത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് പുള്ളിക്കാരിയോട് തിരിച്ചു കഴിക്കാൻ മാഡം മൊത്തത്തിൽ ടോക്കിംഗ് വെച്ച്. ആ പുള്ളിക്കാരി വീണ്ടും എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു. ഐ കുഡ്ന്റ് ഗെറ്റ് യു. പുള്ളിക്കാരി അങ്ങനെ ഇംഗ്ലീഷ് എന്നോട് ചോദിച്ചു, ഇസ് ദെയർ എനിത്തിങ് ഇൻ വെഹിക്കിൾ. അതിൽ എനിക്ക് പുള്ളിക്കാരി പറഞ്ഞ് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. ഞാനൊന്നും പുള്ളിക്കാരോട് ഹിന്ദിയിൽ തിരിച്ചു ചോദിക്കാം. ഞാൻ വേണം ഞാൻ പോയിട്ട് ചുരുക്കി പറഞ്ഞ ആ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ മൊമെന്റ്സ് പുള്ളിക്കാരി ഹിന്ദി പറയുമ്പോൾ ആ ഹിന്ദി എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഇംഗ്ലീഷ് മറുപടി പറയുന്നു. പുള്ളിക്കാരി ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല, ഞാൻ ഹിന്ദിയിൽ മറുപടി പറയുന്നു. ആ ഓഫീസർ പെട്ടെന്ന് ദേഷ്യം ഓഫീസർ ഗാഡി ചെയ്തില്ല, വണ്ടി എടുത്തോണ്ട് പോകുന്നത് ദേഷ്യത്തിലൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് മുമ്പോട്ടേക്ക് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഇന്ത്യൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആ ലേഡി ഓഫീസറൊക്കെ പറഞ്ഞു വിട്ടു. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത് ഞങ്ങൾ ഭൂട്ടാൻ പോലീസിന്റെ ചെക്ക് പോസ്റ്റിലേക്കാണ് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പം അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ആളെ വിഷയം. അപ്പൊ അപ്പോഴേക്ക് എന്റെ കൈയും കാലൊക്കെ അങ്ങ് വരക്കാൻ തുടങ്ങി. സ്റ്റിയറിംഗിൽ ഇരുന്ന് കൈ വറക്കുന്നു, സ്റ്റിയറിംഗ് വറക്കുന്നു, കാലൊന്നും അവരുടെ ആക്സിഡന്റിൽ ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ വണ്ടിക്കകത്തിരിക്കുന്നത് അങ്ങനെ വചനമാണ്, ഈ വചനം എത്തേണ്ട ദൈവമക്കളുടെ കയ്യിലേക്കാണ്. അതുകൊണ്ട് കർത്താവെ എല്ലാം നീ നോക്കിക്കോണം, എനിക്ക് ഉത്തരവാദിത്വമില്ല, ഞാൻ അങ്ങ് പറഞ്ഞ് കേൾക്കാമെന്നിരിക്കുകയാണ്. ഉത്തരവാദിത്വം മൊത്തം കർത്താവെ അങ്ങനെയാണെന്നും പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത്. ഞാനത് വണ്ടി മുമ്പോട്ട് എടുത്തു. അവിടെ ചെന്നപ്പോൾ 2 പോലീസ് ഓഫീസേഴ്സ്, ഭൂട്ടാൻ പോലീസ് ഓഫീസേഴ്സ് വന്ന് വാഹനം നിർത്തി. അവരെന്നോട് ചോദിച്ചു എങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ ജയിലാവിന് അടുത്തുള്ള ഒരു ഇന്ത്യൻ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു ചിൽഡ്രൻസ് ക്യാമ്പ് ഉണ്ട്, അവിടത്തേക്ക് വന്നത്. അപ്പം ഭൂട്ടാനിൽ പെട്രോളിന് ഡീസലിനൊക്കെ വില കുറവാണ്. ഞാൻ പറഞ്ഞു ഭൂട്ടാനിൽ എണ്ണ അടിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു വണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വണ്ടിയിൽ പറയുമ്പോഴേക്ക് ഒരു ഓഫീസർ നോർമലി ട്രാവൽ നമ്മുടെ ബാംഗ്ലൂർ ആണ് ഒരു തുറന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ സ്കൂളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പുള്ളി അപ്രതീക്ഷിതമായിട്ട് എന്റെ കോ ഡ്രൈവർ സീറ്റിന്റെ ഡോറെന്ന് തുറന്ന് പുള്ളി ഫ്രണ്ടിൽ കൂടെ കയറി. ഫ്രണ്ടിൽ കൂടെ കയറുമ്പോൾ കാണുന്നത് വണ്ടിയുടെ പകുതിയിൽ ഗ്രില്ല് അടിച്ചിട്ട് ഗ്രില്ലിന്റെ അപ്പുറത്തായിട്ട് കുറെ കാർഡ്ബോർഡ് ബോക്സുകൾ അട്ടി വെച്ച് അതിന്റെ മേലെ ടാഗ് ഇരിക്കുന്ന കാണുന്നത്. എന്നോട് ചെറുതോന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് ക്യാമ്പിലേക്ക് പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്ന ബാഗാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഇവിടെ വന്നപ്പോ എണ്ണ അടിക്കാൻ എന്നൊക്കെ റേറ്റ് കുറവായിരുന്നു, അടിച്ചിട്ട് പോകാൻ ചെറിയാന്ന്. പുള്ളി നേരെ ചെന്ന് ഒരു ബാഗ് കയ്യിൽ പിള്ളേർക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, വിളിച്ചിരിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടുന്ന ഒരു ബാഗിന്റെ സിപ്പ് തുറന്ന് അതിനകത്ത് കയ്യിട്ട് എടുത്തതിന് പെൻസിൽ ബോക്സിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യത്തിൽ അറിയില്ല ബാഗിനകത്ത് ഇങ്ങനെ സാധനങ്ങളുണ്ടല്ലേ, ഇത് കാലി ബാഗാണ്. ഞാൻ പറഞ്ഞ ആ സർ അത് ബാങ്കായിട്ട് സ്റ്റുഡൻസിന് വേണ്ടി പെൻസിൽ ബോക്സൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു. പുള്ളി എന്താണേലും കൊള്ളാം, ബാഗൊക്കെ അടച്ചു വെച്ച് തിരിച്ച് ഇങ്ങോട്ട് വരാതെ തന്നെ അടിയിലെ ബോക്സിൽ കൊണ്ടുപോകാൻ വെച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, അകത്തുനിന്ന് ഏതാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഒന്നങ്ങ് പാറിപ്പോയി. ഞാൻ പറഞ്ഞ് എനിക്ക് കള്ളം പറയാനും വയ്യ, എന്നാലും പറയാതിരിക്കാനും വയ്യ. ഞാൻ പറഞ്ഞ അതിനകത്തും ബാഗ് തന്നെയാ, സ്കൂൾ ബാഗാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചിട്ട് തുറക്കണമെന്ന് വെച്ചു. പുള്ളിക്ക് തോന്നി അത് തുറക്കണേ ബാങ്കാണെന്ന് അറിയാമെന്ന് പുള്ളി പറഞ്ഞ അവിടെ തുറക്കണ്ട, പക്ഷെ തിരിച്ചു വരുമ്പം എന്നെ ഇതെല്ലാം കാണിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം അകത്ത് ഇറക്കിയോ ഇല്ലയോ എംടി ആണോ വണ്ടിയെന്ന് അറിയാൻ വേണ്ടി. ഞാൻ പറഞ്ഞ കാണിക്കാന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ എനിക്ക് പാസ് ചെയ്ത് തന്നു. ഞാൻ വണ്ടി മുമ്പോട്ട് എടുത്തു. മുമ്പോട്ട് എടുത്തിട്ട് എനിക്ക് ഈ ഒരു പരവേശവും എല്ലാം കൂടി ആയിട്ട് ഞാൻ ആ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി എല്ലാം ഒഴുക്കി വരും. കാരണം ഒരു സിംഗിൾ റോഡായിട്ട് ഇങ്ങനെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ചിരി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ടൗണാണ്. എവിടെ വണ്ടി നിർത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ വഴിയിൽ ടാക്സ് ഉണ്ടാവും ഭൂട്ടാന്റെ. പുള്ളി പിക്ക് ചെയ്ത് പോയാൽ മതി, പുള്ളി പാർക്കിംഗ് കാണിച്ചിരുന്നാ പറഞ്ഞു. ഞാൻ വണ്ടി മുമ്പോട്ട് എടുത്ത് റോഡ് സൈഡിലൊന്നും ടാക്സ് കാണുന്നില്ല.
ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ എവിടെ പോയി നിൽക്കുവാണോ എന്നിങ്ങനെ പറഞ്ഞ് വണ്ടി മുമ്പോട്ട് എടുക്കുന്നു. എടുത്ത് വണ്ടി എല്ലാം മേലോട്ടേക്ക് കയറി ഒരു റൗണ്ട് അബൌട്ട് പോകും. റൗണ്ട് അബൌട്ട് എത്തിയപ്പം 3 ഡയറക്ഷനിലേക്ക് അവിടെ റോഡ് പോകും. ഞാനാണെങ്കിൽ ആ ടൗണിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്, ഭൂട്ടാൻ ടൗണിലേക്ക്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഓരോ റോഡ് എങ്ങോട്ടേക്കാണ്. ഞാൻ എന്തും വരട്ടെന്ന് വെച്ചാൽ വണ്ടി നല്ല ലെഫ്റ്റിലേക്കുള്ള റോഡിലേക്ക് എടുത്ത് വളച്ചെടുത്തുള്ള അവിടെ കുറെ കടകളുണ്ട്. കടയുടെ മുന്നിൽ കൊണ്ടത് വണ്ടി നല്ല ചവിട്ടി നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ തയ്ച്ചിരിക്കും, ഇനി എന്ത് ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഈ ഇന്ത്യൻ സിം ഒന്നും ഭൂട്ടാനകത്ത് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവരാരും വിളിച്ചാൽ കിട്ടില്ല. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ആ പാസ് കാണിച്ചിരുന്ന പാർക്കിംഗ് ആണ്. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് പല ചിന്തകൾ വരുമ്പോൾ ഇവരെ എന്നെ എങ്ങനെ കണ്ടുപിടിക്കും, ഞാൻ ഇവരെ എങ്ങനെ കണ്ടുപിടിക്കും, ഞാൻ പാർക്കിങ്ങിലല്ല വണ്ടി എവിടെയോ വന്നാൽ നിർത്തിയേക്കാളും പോലീസ് വരും. ഞാനപ്പം മാക്സിമം പോലീസ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ തീർന്നു, മിക്കവാറും കർത്താവ് എന്നോട് ജയിലിൽ കിടക്കുന്നത് ഇതായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ പലതും മനസ്സിൽ കണക്കൂട്ടുന്നു. ഒരു ബുദ്ധിമുട്ട് വ്യക്തി എന്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഈ വർക്കേഴ്സിന്റെ ഒരു റിക്വസ്റ്റിംഗ് വർക്കിംഗ് ഫോം പോലെയൊക്കെ എടുത്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ നേരെ ഒരു സ്ലിപ്പ് കിട്ടി. ഞാൻ കർത്താവ് ഫൈൻ അടിച്ചു, പോലീസ് വിളിച്ചു. എന്നോട് ഫീസ് കൊടുക്കാം, 20 രൂപ. 20 രൂപ ആ പാർക്കിംഗ് ഫീ 20 രൂപ. ഞാൻ എന്നാലും മെല്ലെ തലയിട്ട് പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ വണ്ടി പാർക്കിംഗ് സ്ലോട്ടില് ഗവൺമെന്റ് മാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് ലൈനിനകത്ത് കറക്റ്റ് വന്ന വണ്ടി നിൽക്കുക. എന്റെ കർത്താവ്, ഞാൻ അവിടെ ദൈവത്തോട് പറഞ്ഞ നന്ദി കണക്കില്ല. കാരണം ഒരു ചില്ലറ സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ ഭൂട്ടാൻ ജയിൽ വരെ ഞാൻ കണ്ടു കഴിഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി ഗേറ്റ് മുതൽ മേലെ വരെ ഡ്രൈവ് ചെയ്തത് ഞാനായിരുന്നു, വിശ്വാസമായിരുന്നു. കാരണം എനിക്ക് ഒട്ടും അറിയാത്ത ഏരിയ ഞാനല്ലായിരുന്നു സത്യത്തിൽ വണ്ടി കൺട്രോൾ ചെയ്തിരുന്നത്. ഞാൻ കാശും കൊടുത്ത് തിരുമ്പോഴേക്ക് എന്റെ കൂടെ വന്നവരും ഈ കാത്തു നിൽക്കാവുന്ന മുന്നിൽ മാസം എല്ലാവരും കൂടെ എത്തിയാണ്. അപ്പൊ മാസം ഒന്നും എന്നോട് ചോദിക്കാം, ഇതിന് മുന്നേ ഈ ടൗണിൽ വന്നിട്ടുള്ളൂ. വന്നില്ല വർഷത്തെ പിന്നെ പാർക്കിംഗ് സ്ലോട്ട് മനസ്സിലായത്. സത്യം പറഞ്ഞ എനിക്ക് മറ്റു പലതും പുള്ളിയോട് പറയണമെന്നാണ് തോന്നിയത്. പക്ഷെ ദൈവം നടത്തിയ ഒരു അത്ഭുതം കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൽ ഞാൻ പിന്നെ അവിടെ നിന്നോട് തന്നെ അവരോട് ടെസ്റ്റിമോണിയെന്ന് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചു ഗെയിലെന്നുള്ളത്. അപ്പൊ അവരും പറഞ്ഞു അതെന്തായാലും ദൈവത്തിന് അധികം നടത്തിപ്പായിരുന്നു. അപ്പൊ അവിടെ ചെയ്താൽ ഞങ്ങള് ആ ആശയം കൂടി ഭൂട്ടാനകത്ത് ഇതേപോലെ ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മണ്ടയിലുള്ള ഒരു 4 നില ബിൽഡിങ്ങില് അവിടെ പാസ്റ്ററും ഫാമിലി താമസിക്കുന്നുണ്ട്. അവിടുത്തെ താഴത്തെ നിലയിൽ ചെറിയൊരു ഹോളുകൾ സൗണ്ട് പ്രൂഫ് ആക്കി ചർച്ചാക്കി എടുത്തേക്കും. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടിട്ടു, പെട്ടെന്ന് സാധനങ്ങൾ ഇറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, കൂടെ വന്നവരോട് പറഞ്ഞു, ഇങ്ങനെ ഭൂട്ടാൻ പോലീസിന്റെ ഓഫീസ് പറഞ്ഞു ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴും വണ്ടി തുറന്ന് ഇത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതുകാരണം ഞങ്ങള് സാധനങ്ങൾ ഇറക്കിയിട്ട് ഈ ബോക്സ് കീറാതെ തുറന്ന് ഇതിനകത്ത് ബൈബിൾ മൊത്തം ഇറക്കി ബോക്സ് അതേപോലെ വീണ്ടും 4 ബോക്സ് പാക്ക് ചെയ്ത് ആ സ്റ്റാമ്പ് എല്ലാം തിരിച്ചിട്ട് ഇച്ചിരി മെനക്കെട്ട പണി. ഓരോന്നും കാലിലേക്ക് പാക്ക് ചെയ്ത് വീണ്ടും വണ്ടി തിരിച്ചു കയറ്റി സ്കൂൾ ബാഗിന്റെ പകുതി അവിടെ ഇറക്കി ബാക്കി കുറച്ച് അതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നേരെ ഇട്ട് വെച്ചു. പെട്ടെന്ന് കാണുമ്പോൾ അതേപോലത്തെ ഞാനും തോന്നാമെന്ന് വെച്ചു. ഇതൊക്കെ ഇട്ട് മാസ്റ്റർ വീട്ടിൽ ചെന്ന് ഞങ്ങള് ചായയും കുടിച്ച് ഇറങ്ങുവാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ചർച്ചിന്റെ ഭാഗത്തോട് നമുക്കൊന്നും ഭക്ഷണം കൂടെ കഴിച്ചു പോലെ ഞാൻ പറഞ്ഞ എന്റെ ഭാഗത്ത് ആദ്യം ഇവിടെ നിന്നൊന്നും ഇറങ്ങി ഇന്ത്യയിലൊക്കെ എന്നിട്ട് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. എനിക്കാണെങ്കിൽ അത് ടെൻഷൻ കാരണം നിവൃത്തിയില്ല. കാരണം തിരിച്ച് ഞാൻ തന്നെ വണ്ടി ഇറക്കും വേണമല്ലോ. തിരിച്ച് താഴെ വന്ന് വണ്ടി എടുക്കാതെ വണ്ടിയുടെ ബാക്കാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു വാസ്തു എന്റെ വാസ്തു ഇത് എന്തോ ഒന്നിനെ കുരുന്ന് പറഞ്ഞവരെയാണോ പെട്ടെന്ന് ഇറങ്ങി പോകാന്ന് വിചാരിച്ചാൽ അതും പറ്റുന്നില്ല. ഇതാണെങ്കിൽ ആരും മാറ്റും. അപ്പം അവിടെ ആ പാസ്റ്ററുടെ കൂടെ ബുദ്ധിസ്റ്റ് പാസ്റ്ററുടെ കൂടെ അവിടെ ചർച്ചയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പുള്ളി ഞാൻ അത്യാവശ്യം നല്ല പണിയുണ്ട്, എനിക്ക് 10 വെയിറ്റുണ്ട്. എന്റെ ഡബിൾ സൈസുള്ള ഒരു പുള്ളിയുടെ ടാക്സി ഡ്രൈവറാണ്. പുള്ളി ഞാൻ മനസ്സിലാവാൻ പറഞ്ഞു. പുള്ളി വണ്ടിയുടെ അടിയിലേക്ക് പോകുന്നു, വരുന്നു, ടയർ മാറ്റുന്നു. ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണം. ഞാൻ എന്റെ കൂടെ വന്ന സഹോദരൻ ഞാൻ പറയാം, എല്ലാവരുടെ ഇതിപ്പം ശരിക്കും എന്ത് പ്രശ്നം എന്താണ്, ഇതിപ്പം കിഷാല് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. നമ്മളങ്ങനെയാണ് ജീവിതത്തിൽ ഇച്ചിരി പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മളെ എല്ലാം കൂടെ കിഷാലിന്റെ തലയിലേക്ക് കിട്ടും. കിഷാലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോ കിഷാല് അറിഞ്ഞ പോലെ കാണത്തില്ല കാര്യം. അപ്പൊ ഞാനും പറഞ്ഞു ഇത് ഭയങ്കര ഒരു ഇതായി പോയത്, അറ്റാക്ക് ആയിപ്പോയി. എന്തായാലും അവിടെ ഒരു അരമണിക്കൂർ കൂടുതൽ എടുത്തു ടയറൊക്കെ മാറ്റി വരാൻ. മാറ്റി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇതേപോലെ എണ്ണ അടിക്കണമായിരുന്നു. എണ്ണ അടിച്ചു. അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ കൂടെയുള്ളവര് വേറെ വീട്ടിൽ കൂടെ ഇറങ്ങി എന്നോട് പറഞ്ഞു നീ വണ്ടി ഓടിച്ചു വാ.
ഒന്ന് ചോദിക്കുവാണ് തുറന്ന് കാണിച്ചാലെന്നൊക്കെ പറഞ്ഞ് എന്നിരുന്നാലും ഞാൻ ഇച്ചിരി ടെൻഷനിൽ ഇങ്ങനെ വരുക. പക്ഷെ ഗേറ്റ് എത്തി കഴിഞ്ഞപ്പം ഈ ഉച്ചയായപ്പോഴേക്ക് ആദ്യം ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്കാര് ഷിഫ്റ്റ് കഴിഞ്ഞ് അവരങ്ങ് പോയി. അടുത്ത ഓഫീസേഴ്സ് വന്നു. ഇവര് ജസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് പാസ് വാങ്ങിയിട്ടുള്ള ഓക്കെ പോയിക്കൊണ്ടാണ് ഞാനും ഇറങ്ങി പോന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടയർ ആരാ പഞ്ചറാക്കിയത്. ഞാനൊരു കർത്താവ് അറിയാതെ ക്രെഡിറ്റ് പിശാചിന് കൊടുത്തു. അതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യവും ദൈവം അറിഞ്ഞേ സംഭവിക്കുന്നത്. അതിനെല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അപ്പം ദൈവമായിരുന്നു ആ ടയർ പഞ്ചറാക്കിയ ഒരു ഡിലേ അവിടെ കൊണ്ടുവന്നത്. ഏതായാലും അങ്ങനെ തിരിച്ച് ഇന്ത്യൻ പട്ടണമായ ജയ്ഗാവിലേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് ഗേറ്റിൽ നിന്ന് അവരും കൂടെ ഉള്ളവരും വണ്ടി കയറി. ഞാൻ കുറച്ച് ടൗൺ വിട്ട് വെച്ച് മുന്നിൽ പോയി കഴിയുമ്പോഴേക്കും വണ്ടി സൈഡാക്കി എനിക്ക് 2 മിനിറ്റ് സമയം തരണം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഇവരും കൂടെ വന്നു. ഇവരും വെച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് സംഭവിച്ചു. അത് ചെന്ന് ചെന്നില്ലേ ഞങ്ങൾ ഒന്നും പറ്റിയില്ല. എന്റെ കാര്യം വേറെ ഇതുവരെ മാറിയിട്ടില്ല. അത് മാറാൻ വേണ്ടി നിൽക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഒരു ബൈബിൾ സംഗീതമുള്ളത്. അതും 800 ബൈബിൾ ഭൂട്ടാനിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഭൂട്ടാനെ പറ്റി നല്ലോണം അറിയാവുന്നവർക്ക് അറിയാം. അത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ ഇതിനൊക്കെയും ദൈവം തുറന്നു എന്നുള്ളതാണ് കാര്യം. ദൈവികമായ, ഞാൻ വീണ്ടും പറയണം, ദൈവികമായ പദ്ധതിക്ക് നമ്മൾ ചുവടുകൾ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോലും അതിശയമായി ആ രീതിയിൽ ദൈവം നടത്തുക. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇപ്പറഞ്ഞ പോലെ ദൈവം സഹായിച്ച് 1 വർഷത്തിന് ശേഷം 50 വർഷത്തിന് ശേഷം നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഓർഡറിൽ ദൈവം സഹായിച്ചു. അപ്പൊ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ഓർഗനൈസേഷൻ അവർക്ക് ഉള്ള വിഷൻ ആസാം വിഷൻ ആയതുകൊണ്ട് അവർക്ക് കൂട്ടാനും കുറിച്ച് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് എന്റെ വിഷൻ. അപ്പൊ ഞാൻ വിഷൻ അനുസരിച്ച് മുഴുവൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ അവര് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ ഞാൻ ഒരു ചെറിയ രീതിയിൽ വീട്ടിൽ ഹൗസ് ചർച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനും ഭാര്യയും പിന്നെ ഒരു സഹോദരി മാത്രമായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമ്മൾ 3 പേരെ ഉള്ളൂ എങ്കിലും നമ്മുടെ വീട്ടിലാണ് പ്രയർ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇത് ഒരു ചർച്ചിൽ എങ്ങനെ നമ്മൾ ആരാധന നടത്തുന്നു, എങ്ങനെ നമ്മളൊരു സൺഡേ ഫെലോഷിപ്പ് സർവീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചെയ്യണം. അത് ഒരു വീഴ്ചയും വരരുതെന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഫസ്റ്റ് ഡേ മുതൽ അങ്ങനെ തന്നെ ചെയ്തു. വിശ്വസനയോടെ ഇരുന്നുകൊണ്ട് ദൈവം സഭയിൽ ആളുകളെ കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ മെയിൻ പ്രാർത്ഥനയായിരുന്നു ഭൂട്ടാനിൽ ആളുകൾ കടന്നു വരണം. ഭൂട്ടാനിൽ നമുക്ക് ആരോടും പോയി ഡയറക്റ്റ് സുവിശേഷം പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനും ഒരു ബുദ്ധിസ്റ്റ് വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആ പുള്ളിയോട് സംസാരത്തിനിടയിൽ ഞാൻ യേശു എന്നോ അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ചോ പരാമർശിച്ചു എന്ന് ആ വ്യക്തി അവർക്ക് അതോറിറ്റിയോട് കംപ്ലൈന്റ് ചെയ്താൽ ഞാൻ എന്നെ ചുരുങ്ങിയത് 3 മാസം ജയിലിൽ. അതേ വ്യക്തിയോട് ഞാൻ പേർപ്പസ്ഫുള്ളി സുവിശേഷം പങ്കുവച്ചു എന്ന് പുള്ളി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷം വരെ എന്നെ ജയിലിലിടാനുള്ള വകുപ്പ് ഭൂട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആരോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഭൂട്ടാനിലുള്ള ആളുകളുമായിട്ട് നമ്മളൊരു സൗഹൃദം ഉണ്ടാക്കി അവരുമായിട്ടൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിന് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിമണീസിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ സുവിശേഷങ്ങളോട് പങ്കുവെക്കുന്നത്. ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രസംഗ രീതിയിലോ അല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങൾ കോട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല സുവിശേഷം. സുവിശേഷം ഏറ്റവും വലിയ സുവിശേഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് സുവിശേഷം. ആ സുവിശേഷത്തിനകത്താണ് കൂടുതൽ ദൈവിക പ്രവൃത്തികൾ നടക്കുന്നത്. മറ്റതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലായിടത്തും നമുക്ക് സുവിശേഷം മാറുമെന്ന് തന്നെ പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രവൃത്തിയോടെ എല്ലായിടങ്ങളിലും നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ദൈവം സഹായിച്ച് കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മയില് ഭൂട്ടാനുള്ള പ്രോപ്പർ ബുദ്ധീസ് ആയിട്ടുള്ള 1-2 വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. പിന്നെ ലക്നൌവിൽ നിന്നൊരു സഹോദരൻ, ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്നുള്ള സഹോദരൻ ഭൂട്ടാനില് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ഇതുപോലെ നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരനായിട്ട് പരിചയപ്പെട്ട് ആ സഹോദരൻ ക്രിസ്ത്യനാണെന്ന് അറിഞ്ഞപ്പം പുള്ളി ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് ചർച്ചിൽ വരണം. ഞാൻ ഇതുവരെ ചർച്ചിൽ വന്നത് പുള്ളി യു.പി. നിന്നാണ്, യു.പി.യിലെ ലക്നൌ എന്നാണ്. പുള്ളി ഞാൻ ഇതുവരെ ചർച്ചിൽ പോയിട്ട് എനിക്ക് ചർച്ചിൽ വരണമെന്നാണ്. അങ്ങനെ ഒരു പ്രാവശ്യം വന്നു ദൈവം അവരോട് ഇടപെട്ടു. അവര് അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ സൺഡേസും ചർച്ചിൽ വരുന്നുണ്ട്. മീറ്റിങ്ങുകളുടെ ടൈം ഫ്രീ കിട്ടിയിട്ടുണ്ടെങ്കിൽ വരും. അതും ആ വ്യക്തി, ആ സഹോദരനോട് ഞാനിങ്ങനെ
രക്ഷയെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ദൈവം നിന്നോട് ഇടപെടുന്നു, നീ രക്ഷ സ്വീകരിക്കുക. അല്ലാതെ ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും പറയുന്നത് ഞാൻ റൈറ്റ് സൈഡിന്റെ സമ്പ്രദായം ഞങ്ങൾക്കില്ല. അത് പുറമെ പറയുന്നവർ പറയും അരിച്ചാക്ക് കൊടുത്താണ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല. നിനക്ക് ബോധ്യം വന്നിട്ട് നീ രക്ഷയുള്ളൂ. പക്ഷെ നീ പ്രാർത്ഥിക്കും. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഇവിടെ 3 ദിവസത്തെ ഫാസ്റ്റിംഗുകളായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ കുഞ്ഞുമകൾ പറഞ്ഞു, പുള്ളി വയ്യ, പ്രാർത്ഥിക്കുമ്പോൾ കരയുമായിരുന്നു. മീൻസ് കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തോട് ദൈവം ഇടപെടാൻ തുടങ്ങിയെന്നുള്ള ഒരു അടയാളമായിരുന്നു. അപ്പം ഞാൻ ഈ കേൾക്കുന്നവരോടും കാണുന്നവരോടും എന്റെ ഒരു അപേക്ഷ, നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മിനിസ്ട്രി, യേശുവിന്റെ രാജ്യം ഇവിടെ പണിയേണ്ടതിന് വേണ്ടി. പ്രത്യേകിച്ച് ഭൂട്ടാനിലും ഈ ആസാമിന്റെ ഈ ഒരു ഏരിയയിലുള്ള ആളുകള് ഈ പറഞ്ഞ പോലെ ദൈവത്തെ അറിയാനും. എന്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ യേശുവിലേക്ക് വരുന്നത്, അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും യേശു ആരാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ അവർ വരണമെന്നാണ്. അല്ലാതെ പേരിന് വന്നിട്ടല്ലേ, ചിലത് കണ്ടു വരുന്നവരായിരിക്കും, അനുഭവിച്ചു വരുന്നവരായിരിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അത് ചിലപ്പം തെറ്റായിരിക്കാം, എന്റെ പരിചയക്കുറവുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഭയിലെ എണ്ണം നോക്കാറില്ല, എണ്ണം കൂടുന്നുണ്ടോ നോക്കാറില്ല. ഉള്ളത് ദൈവത്തിന്റെ അനുഭവത്തിലുള്ളതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ഇവിടെ ചർച്ചില് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവസാനം വരെ വിശ്വാസിയായിട്ട് വരണം. എനിക്ക് സഭയിൽ വിശ്വാസികൾ വേണ്ട. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങൾ 5 fold മിനിസ്ട്രിയുടെ ഭാഗമാണ്, നിങ്ങൾ സുവിശേഷകന്മാരായി തീരണം എന്നുള്ളൊരു രീതിയാണ് ഞാനിവിടെ അവലംബിച്ചു വരുന്നത്. ദൈവകൃപയാൽ സഭയിൽ കൂടി വരുന്നവരും അതേ മെന്റാലിറ്റിയിൽ ഒരുമയോടുകൂടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ദൈവം ഒരു വിശാലത ഈ ദിവസങ്ങളിൽ തരുന്നുണ്ട്. ഞങ്ങളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിപ്പം ചർച്ച നടത്തുന്ന ഹാളിലാണ്. ഹോളെന്ന് പറയാനില്ല, റൂമിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഇതൊരു ചെറിയ റൂമാണ്. ഇതിനകത്തൊരു 8-10 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതിനകത്താണ് ഞങ്ങൾ 15-8 ഇരിക്കുന്നത്. അപ്പം ഇവിടെ ബോർഡർ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഹാളായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ റെന്റിന് എടുക്കാൻ വേണ്ടിയുള്ള കെട്ടിടങ്ങളൊക്കെ അങ്ങനെ അധികം ഇല്ല. ഇവിടെയൊക്കെ മിക്കവാറും ഉള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ മണ്ണ് കൊണ്ട് കെട്ടിയ ബിൽഡിങ്ങുകൾ. ഇപ്പോഴാണ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പയ്യെ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഈ വർഷം തന്നെ സ്വന്തമായിട്ടൊരു ശകലം സ്ഥലമൊക്കെ വാങ്ങിച്ച ഒരു ചർച്ച് മാത്രമല്ല, ഒരു ക്യാമ്പ് സെന്റർ പോലെയൊക്കെ പണിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ആ ആഗ്രഹം പേഴ്സണൽ താല്പര്യം അല്ലാത്തതുകൊണ്ടും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ടും ദൈവം നടത്തുമെന്ന് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചോദിക്കണം. കാരണം പ്രാർത്ഥന ഒരു അനിവാര്യ ഘടകമാണ്. കാരണം സഭയുടെ കൂട്ടായ പ്രാർത്ഥനയാണ് കലങ്കുകളിൽ പോലും പർവ്വതങ്ങളിൽ പോലും തുറക്കാൻ ദൈവം ഇടയാക്കിയത്. അതുകൊണ്ട് പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വേലസ്ഥലങ്ങളുണ്ട്, വേലക്കാരെ ആവശ്യമുണ്ട്. ആരെങ്കിലും കേൾക്കുന്നവർക്ക് നോർത്ത് ഈസ്റ്റിൽ, ആസാമിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് ദൈവവേല ചെയ്യണം, അല്ലെ ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് ദൈവവേല ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആന്റിയോട് ചോദിക്കാം, എന്റെ കോൺടാക്ട് വാങ്ങിക്കാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഓപ്പണായിട്ട് പറയാം, വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ദൈവവേല ചെയ്യാൻ പൂർണ്ണ ഹൃദയമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. നടത്തുന്നത് ദൈവമാണ്. ഇപ്പം ഞങ്ങളാണെങ്കിലും ഇവിടെ കുടുംബമായിട്ട് നിൽക്കുന്നത്, ഞങ്ങൾ ഷാരോന്റെ കൂടെയാണ്. ഷാരോൺ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ സപ്പോർട്ട് നമുക്ക് എല്ലാത്തിനും ഉതകുന്ന സപ്പോർട്ടല്ല. അത് അവരും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി അവരോട് ചേരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സപ്പോർട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു സ്പിരിച്വൽ മാൻഡിൽ എനിക്ക് വേണം. കാരണം ഒട്ടും അറിയാത്തൊരു ദേശമാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിൽ പല അപ്രായോഗികതകളുള്ളതുകൊണ്ടും നമുക്കൊരു രജിസ്റ്റേർഡ് ചേർച്ച് എപ്പോഴുള്ളത് നല്ലതാണ്. അതിനെയാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ഡിനോമിനേഷന്റെ പേര് പറയാനല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം സഹായിച്ച് ഇവിടെ ഞങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിൽ തന്നിരിക്കുന്ന ലീഡർ എന്ന് പറയുന്നത് അത്രയും ഡെഡിക്കേറ്റഡ് ആയതും അതുപോലെ ഞങ്ങൾക്ക് പേഴ്സണലി മിനിസ്റ്റർ ചെയ്യാൻ എല്ലാ രീതിയിലും ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ജുബിൽ ജോൺ എന്നാണ്. അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയും കൂടെ ഞാൻ ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളും ചെയ്യാൻ ദൈവം ഈ ദിവസങ്ങളിൽ ഇടയാക്കുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളോ ഈ ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം ഞാൻ വീണ്ടും പറയണ എന്റെ അനുഭവത്തിൽ ദൈവവേലക്ക് പ്രാധാന്യം കൊടുക്കുക, ദൈവം വിളിക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവമാണ് ഏറ്റവും മനോഹരമായിട്ട് നടത്തുന്നത്. ഞാൻ ഈ ദൈവവേലയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ദൈവവേലക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ പാനാപ്പിന പൈസ ചെയ്യാം. എന്നാൽ വീട്ടിൽ കൂടിയൊക്കെ എങ്ങനെ നടക്കും, വീട്ടിൽ ചെലവ് എങ്ങനെ നടക്കും, പല കാര്യങ്ങളുണ്ട്. ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലിൽ നിന്ന് ഇസ്രായേലിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നു. അവർ 1 2 ദിവസമോ മാസങ്ങളോ അല്ല അവർ നടന്നത്, 40 വർഷമാണ് അവർ മരുഭൂമിയിലൂടെ നടന്നത്. വചനം പറയുന്നത് അതിനകത്ത് ഒരു വ്യക്തിയുടെ, ഒരൊറ്റ വ്യക്തിയുടെ വസ്ത്രം പോലും മുഷിഞ്ഞോ കീറിയോ പോയിട്ടില്ല, ഒരു വ്യക്തിയുടെ ചെരുപ്പ് പോലും ചെയ്തു തീർന്നിട്ടില്ല. അപ്പം 40 വർഷം, വീണ്ടും ഞാൻ പറയണം, 40 വർഷം ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒരു അല്ലലുമില്ലാതെ നടത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ 2026 എന്നെയും നിങ്ങളെയും ഇതിനേക്കാളും ഭംഗിയായിട്ട് നടത്താൻ ദൈവത്തിന് പറ്റും. അല്ലെ, ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. അവൻ ഇന്നലെ എന്തായിരുന്നു അത് തന്നെയാണ് എന്നും, അത് തന്നെയാണ് നാളെ. അതുകൊണ്ട് അന്ന് നടത്തിയ ആ കഥ നമ്മൾ വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ആ സ്തുതിക്കുവാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ദൈവത്തിന്റെ അവസരം കൊടുക്കും. അപ്പോഴാണ് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുക. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാണ്. ദൈവം സഹായിച്ചാൽ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ക്രമീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചോദിച്ചും ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരോടും സഹായമൊന്നും ചോദിക്കാറില്ല. നിങ്ങളോടും ഞാൻ സഹായം ചോദിക്കുന്നില്ല. പക്ഷെ പ്രാർത്ഥന വേണം. വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ദൈവം ചെയ്യാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ്, അങ്ങനെയുള്ളവർക്ക് വരാം. ഇവിടെ അതിനുള്ള നല്ല സ്ഥലമുണ്ട്, നല്ല അവസരങ്ങളുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റിയ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. പല ട്രൈബ്സ്, പല കൾച്ചർ ഉള്ള ഒരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാനൊരു വ്യക്തി, ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ദേവദാസൻ, ഞാൻ പേര് നിർദ്ദേശിക്കുന്നില്ല, ആ ദേവദാസനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞു, ആ വ്യക്തി ഇപ്പൊ കുറച്ച് പ്രായമായി, പുള്ളി ഇപ്പൊ ഇനിച്ച് റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല, കാരണം പുള്ളി ദൈവരാജ്യത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നോട് സൗകര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ആ സൗകര്യോട് പറഞ്ഞു, പറഞ്ഞത് ശരിയാ, പുള്ളി ദൈവരാജ്യത്തിനോട് ചെയ്തിട്ടുണ്ട്, പുള്ളി പ്രായമായി റെസ്റ്റ് എടുത്തത് കുഴപ്പമില്ല. പക്ഷെ ഒരു മനുഷ്യൻ അവന്റെ ആയുസിന്റെ അവസാനത്തോളം എത്രത്തോളം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്താലും യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തതിന്റെ 0.0000 സംതിങ് പോലും ആവത്തില്ല നമ്മുടെ മൊത്തം ജീവിതത്തിൽ നമ്മൾ തിരിച്ചു ചെയ്യുക. അതുകൊണ്ട് ദൈവവേല എന്ന് പറയുന്നത് അത് റെസ്റ്റ് ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ്. ദൈവവേല അതൊരു ജോലിയല്ല. അത് നമ്മൾ ശ്വാസം എടുക്കും, നമ്മളെപ്പോഴെങ്കിലും പറയും ശ്വാസം എടുക്കും, കുറെ ആയിട്ട് ബോറടിച്ച് കുറച്ചാലത്തേക്ക് ശ്വാസം എടുക്കുന്നില്ല എന്ന് നമ്മൾ പറയത്തില്ല, കാരണം മരിച്ചു പോകും. ദൈവവേല അതുപോലെ തന്നെയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് ദൈവം. കാരണം ഇത് നമ്മളൊരു ബേർഡൻ അല്ല, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പ്രൈസല്ല. നമ്മുടെ പ്രൈമറി തിങ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ സാക്ഷ്യം നിങ്ങൾ ഈ ചാനലിൽ കേട്ട മറ്റു സാക്ഷ്യങ്ങളോട് ഭയങ്കര സംഭവം കൂടുതലായ സാക്ഷ്യമല്ല. എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഈ സാക്ഷ്യം സ്പർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും, ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുവാണ്, ദൈവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ പൊതുവെ, ഞാൻ അടക്കമുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഒരു വ്യക്തി വന്ന് ദശവും പറഞ്ഞാൽ, സങ്കടം പറഞ്ഞാൽ സഹായിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ സഹായിക്കത്തില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ദയവായി വരും ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ദൈവവേല ചെയ്യാം. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുപാട് പേരെ നേടാൻ. ഇപ്പം ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്, എപ്പോ വേണമെങ്കിലും യേശുക്രിസ്തു വരാം. എന്റെ കുഞ്ഞുനാൾ മുതൽ ഈ കേൾക്കുന്ന, നിങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന കാര്യമാണ് കർത്താവിന്റെ രണ്ടാമതും അടുത്തുള്ളത്. പക്ഷെ ഇപ്പോ ഈ സമയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പല സിംറ്റംസും സയൻസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും വരാം. ആ ദൈവം യേശുവിന്റെ രണ്ടാമത് സംഭവിച്ചു കഴിഞ്ഞാൽ
ഒരു ജനത, ഒരു വലിയ വിഭാഗം രക്ഷിക്കപ്പെടാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിൽ പോകും. ആ ചോദ്യം നമ്മളോടേ വരത്തുള്ളൂ, ആരോടും ചോദിക്കത്തില്ല. നീ ഭൂമിയിലുണ്ടായത് എന്തുകൊണ്ട് ഇത് രക്ഷിക്കപ്പെട്ടില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യമുള്ളവർ ദൈവത്തിനോട് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നിൽക്കും, അല്ലെങ്കിൽ എന്റെ ജീവിതം അതിനുവേണ്ടി ഞാൻ മാറ്റിവെക്കും എന്ന് ഉറപ്പുള്ളവർക്ക് നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ, ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് അല്ലെങ്കിൽ സാക്ഷ്യം കേട്ട ഓരോ ഭവനങ്ങളിലും ദൈവം തന്റെ നിറവിനാൽ നിറയ്ക്കട്ടെ, പ്രത്യാശയാലും സന്തോഷത്താലും നിറയ്ക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും കൂടെ ജോർജിക്കും ആന്റിക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. പ്രേക്ഷകരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ദേവദാസൻ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എങ്ങനെ കർത്താവ് നോർത്ത് ഈസ്റ്റിന്റെ മണ്ണിൽ, പ്രത്യേകമായി ഭൂട്ടാനിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കുന്നു. അവിടെയുള്ള ഭൂട്ടാനീസ്, ബുഡ്നീസ്, അങ്ങനെ പാസ്റ്റർ പറഞ്ഞേ, ബുഡ്നീസ്, അവര് കർത്താവിനെ സേവിപ്പാന് കുറച്ചു പേര് കടന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ അവരുടെ ഈ ആരാധനാ മൂർത്തികളൊക്കെ അതേതാ പാസ്റ്ററെ? അത് അവരുടെ നമ്മൾ കോമണായിട്ട് കേട്ടിട്ടുള്ള ശ്രീ ബുദ്ധ എന്ന് പറയുന്ന ഇന്ത്യയിൽ പോയിട്ടുള്ള ബുദ്ധൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു ടീച്ചർ മാത്രമാണ്. ബുദ്ധൻ അല്ല ഇവരുടെ ആരാധന മൂർത്തി. ഇവരുടെ ആരാധന മൂർത്തികൾ എന്ന് പറയുന്നത് ഈ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ചില ദൈവങ്ങളുമായി ബന്ധമുള്ള മറ്റ് ചില മൂർത്തികളാണ് ഇവരുടെ ആരാധന മൂർത്തികളായിട്ട് വരുന്നത്. അതിന്റെ പേര് ഞാൻ പറയുന്നത് എനിക്ക് പേര് വായി വരത്തില്ല, അത്രയും ഇഷ്ടപ്പെട്ട പേരുകളൊക്കെയാണ് ബുദ്ധീസ് ഭാഷയിൽ. അപ്പൊ അങ്ങനെയുള്ളതാണ് മെയിനായിട്ട് ഈ താടിയും ഒക്കെയുള്ള മറ്റൊരു ഡയമെൻഷൻ. പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ വ്യാളിയാണ്. അവർ വിശ്വസിക്കുന്നത് അവരുടെ ഭൂട്ടാനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഡ്രാഗൺ ആണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഡ്രാഗൺ സ്പിരിറ്റിൽ ഉള്ള ഒരു രാജ്യമാണ് അത്. അതിനേക്കാൾ ഉപരി ഒരുപാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ വ്യാളി എന്ന് പറയുന്നത് ഡിമോണിക് പവറും കൂടെയാണ്. അപ്പൊ അവിടെ ഈ പാസ്റ്ററിന്റെ അഭിപ്രായത്തിലും അറിവിലും അവിടെ എന്ത് ക്രിസ്ത്യൻസ് കാണുമായിരിക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? നമുക്ക് ഒരു 2% താഴെ മാത്രമേ ക്രിസ്ത്യൻസ് ഉള്ളൂ. അതില് മെജോറിറ്റിയും പറഞ്ഞതുപോലെ വളരെ കുറച്ച് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പുകളാണ് ഉള്ളത്. ഉള്ളതൊക്കെയും നമുക്ക് മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതോ ചർച്ചസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്സ്കേർട്സും പിന്നെ കുറെ അണ്ടർഗ്രൗണ്ട് ചേർച്ചസ് ഒക്കെ ആയിട്ടാണ്. അതില് ഞാനിപ്പോ ഉള്ളത് ഈസ്റ്റേൺ ഭൂട്ടാനിലെ ഈസ്റ്റേൺ സൈഡാണ്. ഈ ഈസ്റ്റേൺ ഭൂട്ടാൻ എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ ഭൂട്ടാനകത്ത് തന്നെ ഈസ്റ്റേൺ ഏരിയാസിൽ നിന്ന് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ടോപ്പ് ഓഫ് ബുദ്ധിസ്റ്റ് ആൾക്കാർ പോലും സിറ്റി ചർച്ചസ് എന്നുള്ള കൺസെപ്റ്റ് ഭൂട്ടാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള തിരുപ്പൂരിലേക്കും പാറോ എന്ന് പറയുന്ന തിരുപ്പൂ പാറോ ഇതാണ് മെയിൻ സിറ്റീസ് ആൾക്കാർ. അങ്ങോട്ടേക്കാണ് കുടിയേറി പോകുന്നത് ദൈവവേല ചെയ്യാനൊക്കെ. കാരണം അവിടുത്തെ സൗകര്യങ്ങളും എല്ലാം. അതേപോലെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പല ദൈവദാസന്മാരെ കൂട്ടാൻ വിളിച്ചു വന്നതൊക്കെയും ജയഗാവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയഗാവ് എന്നുള്ള മുസ്ലിം ഏരിയ കൂട്ടാൻ അവിടെയാണ്. കാരണം അവിടെ ജീവിത നിലവാരം, ജീവിത സൗകര്യവും കൂടുതലാണ്. പക്ഷെ ഞങ്ങളോട് ദൈവം സ്പെസിഫിക് ആയിട്ട് എന്താ പറയുക, ആളുകൾ നെഗ്ലക്ട് ചെയ്ത് പറഞ്ഞ ഈസ്റ്റേൺ സൈഡാണ് ദൈവം വന്നിരിക്കുന്ന ഒരു വേർഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. എന്നിരുന്നാലും എവിടെ ദൈവവേല ചെയ്യാൻ അവസരം ചെയ്യുമെന്നുള്ളത് മറ്റൊരു വാസ്തവം. അപ്പം ഈ ഒരു സ്ഥലമാണ് ഈസ്റ്റേൺ ഭൂട്ടാൻ എന്ന് പറയുന്നത് ഇച്ചിരി ഡെവലപ്മെന്റ് അധികം ഇല്ലാത്ത ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. പാസ്റ്റർ, അവിടെ ഇപ്പൊ രാജാവൻ വാഴ്ചയാണല്ലോ. ഇപ്പൊ രാജവാഴ്ച എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എല്ലാം വേൾഡ് ഒത്തിരി സ്ഥലങ്ങൾ റിപ്പബ്ലിക് ആണല്ലോ. പക്ഷെ ഇപ്പോഴും അവിടെ രാജവാഴ്ചയാണല്ലേ? ഇവിടെ രാജാവിന്റെ ഭരണമാണ്. രാജാവിന്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂട്ടാനിൽ ആള് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെന്റും 2026 രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഭൂട്ടാനിലില്ല. ലോകത്തിൽ തന്നെ ഇന്നും ട്രാഫിക് സിഗ്നലുകൾ നിലവിൽ വന്നിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ഇപ്പോഴും ഹാൻഡ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂട്ടാനിൽ ഭൂട്ടാനിലെ ചെറുപ്പക്കാര് ഭൂട്ടാനിൽ നിൽക്കുന്നില്ല. അവരാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്.
കാരണം ഒന്നാമത്തെ കാര്യം ഡെവലപ്മെന്റ്സ് ഇല്ല, രണ്ടാമത്തത് ഇവരുടെ റിലീജിയസ് തോട്ട്സിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി രാജ്യവുമല്ല. ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും ഈ ടൂറിസ്റ്റുകളുടെ കൾച്ചറും ഒക്കെ ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാതിരിക്കാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം മറ്റു രാജ്യങ്ങളിൽ പോകുന്ന പോലെ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ത്യൻസ് ആണെങ്കിൽ പോലും 2 ദിവസത്തെ പാസ് എടുത്ത് പോകണമെങ്കിൽ തന്നെ 10-15,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അവര് പറയുന്ന ഇൻഷുറൻസ് എടുക്കണം, അവര് പറയുന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ കൂടെ നമ്മൾ പോകാവൂ, അവര് പറയുന്ന സ്റ്റാഫോട് അക്കോമഡേഷൻ എടുക്കാവൂ, അങ്ങനെ ഉണ്ട്. അപ്പം അവര് ഒരിക്കലും അവരുടെ കൾച്ചർ നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ കൾച്ചറിൽ ഇവിടുത്തെ ഭൂട്ടാനിലെ പല ചെറുപ്പക്കാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടും അവരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. ഈ പാസിന്റെ അറിവിൽ ഏതെങ്കിലും ബുദ്ധിസ്റ്റ് സന്യാസികളോ വല്ലതും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുമോ, അങ്ങനെ വല്ലതും ചെയ്തു? അവർക്ക് പിന്നെ ഇതിനെക്കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് അവര് കേട്ടാൽ എതിർപ്പുകൾ അങ്ങനെ വല്ല കാര്യങ്ങളും പാസിന്റെ അറിവിൽ വല്ലതും ഉണ്ടോ? അത് എന്റെ അറിവിൽ ഈ ഏരിയയിലൊന്നും അങ്ങനെയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഭൂട്ടാനിലെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു സീക്രട്ട് മിനിസ്ട്രിയാണ്. ഈവൻ ഞാനിപ്പം ഇതിപ്പം മലയാളത്തിലായതുകൊണ്ടാണ് ഞാൻ അവരുടെ ബൈബിൾ കംപ്ലീറ്റ് ചെയ്ത കാര്യം പോലും ഷെയർ ചെയ്തത്. അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തില്ല. കാരണം അത് ചെയ്യാൻ സ്വന്തമായിട്ട് നമ്മുടെ ലോകം നമ്മൾ തന്നെ ബുക്കിയാക്കുന്ന തുല്യമാണ്. ഇത് മലയാളി ഡിവോഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഷയിലെ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഇപ്പം ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നാൽ അവൻ ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബിലീഫിലേക്ക് ആയാലും അത് കഴിയുന്നതും മറ്റാരും അറിയിക്കത്തില്ല. കാരണം അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാം. സ്വന്തം വീടിനകത്ത് ഇവൻ ക്രിസ്ത്യൻ ആയാലും പ്രാർത്ഥിക്കാം, അതൊന്നും എഴുതിയില്ല. പക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഈ സാധനം കൊണ്ടുവരരുത്, മറ്റാരുമായിട്ടും ആശയങ്ങൾ ഷെയർ ചെയ്യരുത്. എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾ ക്രിസ്ത്യനായി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഭാഗത്തുള്ള എല്ലാ ആനുകൂല്യങ്ങളും സ്റ്റോപ്പ് ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ പറ്റത്തില്ല, ഗവൺമെന്റ് ഭാഗത്തുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ കിട്ടത്തില്ല. എന്നാൽ ടോട്ടലി ഭൂട്ടാനകത്ത് ഒരു ഭൂമി അല്ലാതെ ജീവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരോട് ആരും റിവീൽ ചെയ്യത്തില്ല ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണ് എന്നുള്ളത്. പാസിന്റെ അറിവിൽ ആരെങ്കിലും ജയിലിലോ അങ്ങനെ വല്ലതും കിടപ്പുണ്ടോ? ദേവദാസന്മാർ ആരെങ്കിലും ഭൂട്ടാന്റെ ജയിലിലോ? ഇപ്പൊ നിലവിലൊന്നും അറിയത്തില്ല. ഇതിന് മുന്നേ ഒരു ബുദ്ധിസ്റ്റ് ട്രാൻസ്ഫർ തന്നെ ചില മാസങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിനകത്താവാറായി. അദ്ദേഹം ഇതുപോലെ ദൈവവേല ചെയ്ത് പിടിക്കപ്പെട്ട് 3 വർഷം ജയിലിൽ കിടന്നിട്ട് 1 വർഷം മുന്നാണ് റിലീസായി വന്നത്. പുള്ളി വരുമ്പോഴേക്കും പുള്ളിയുടെ എല്ലാം നഷ്ടപ്പെട്ടു, വീടും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റ് റിക്കവർ ചെയ്ത് വന്നൊരു ഇത് വന്നു. പക്ഷെ പുള്ളി ഇപ്പോഴും എന്റെ അറിവിൽ ദൈവവേല തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല റെസ്ട്രിക്ഷൻസ് ഒരുപാട് നോട്ടീസ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യും. അപ്പൊ അങ്ങനെ 1-2 അനുഭവങ്ങൾ എന്റെ അറിവിൽ പേഴ്സണലി അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പേഴ്സണലി എനിക്ക് അറിയത്തില്ല. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സിറ്റി പാറോളിലേക്കും കിഴക്കും ആ ഏരിയയിലേക്ക് നമുക്ക് അധികം കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഓക്കെ പാസ്റ്റേ, ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഭൂട്ടാൻ മണ്ണില് 800-ലധികം ബൈബിളുകൾ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആയിരങ്ങൾ അവിടെ കർത്താവിനെ സ്നേഹിക്കട്ടെ, സേവിക്കട്ടെ, കർത്താവിനെ ആരാധിക്കട്ടെ, കർത്താവിലേക്ക് കടന്നു വരട്ടെ. ഭൂട്ടാനിൽ വലിയൊരു ഉണർവ് കർത്താവ് അയക്കട്ടെ. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വലിയ പ്രവൃത്തി ചെയ്യട്ടെ. നിനവേ പട്ടണം ദൈവത്തിലേക്ക് കടന്നു വന്നതുപോലെ അവിടെയുള്ള ജനമുക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ എത്രത്തോളം സമയം, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്. അതാണ് അടിയുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളിൽ കർത്താവെ നമ്മുടെ മക്കളുമായി ഷെയർ ചെയ്യുവാൻ ഇതിന് അവസരം ഒരുക്കുന്നത് കർത്താവെ നന്ദി അറിയിക്കാൻ കർത്താവെ. ഇതിന്റെ പിന്നിൽ കർത്താവെ ഈ ചാനൽ പ്രവർത്തിക്കുന്ന കർത്താവെ ആന്റിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനേകരിലേക്ക് എത്തിക്കുവാൻ, അനേകർക്ക് കർത്താവ് പ്രചോദനമായി തീരുന്ന രീതിയിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ കർത്താവെ ഇനിയും കൂടുതലായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ കർത്താവെ എല്ലാം അനുകൂലമാക്കി തരാനായിട്ട് നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അതിന്റെ ചെറിയ സാക്ഷ്യം കർത്താവെ കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാ ദൈവജനത്തെയും
മക്കളെയും കർത്താവ് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു കേവലം ഒരു നേരം പോക്കെന്നാണോ അല്ലെങ്കിൽ അല്പസമയത്തേക്കുള്ള ഒരു ഇതിനേക്കാൾ ഉപരി കർത്താവെ, ഈ സാക്ഷ്യം കേട്ട ഹൃദയങ്ങളിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവരുടെ പ്രാർത്ഥനകളേക്കാൾ ഉപരിയായി കർത്താവെ, ദൈവരാജ്യത്തിന് കർത്താവെ ഉപകരിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ അവർ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. കൺഫ്യൂഷനായിട്ട് കർത്താവ് ദൈവവിളിയിലേക്ക് ഇറങ്ങുവാൻ കൺഫ്യൂഷനോടുകൂടി ഇരിക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നത് ഈ ദിവസങ്ങളിൽ അവർക്ക് കർത്താവെ ഒരു ഡിസിഷൻ എടുക്കുവാൻ, ദൈവവിളിയിലേക്ക് അവരുടെ ചുവടുകൾ വയ്ക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേക കർത്താവെ മിനിസ്ട്രി നടക്കുന്ന അനേക സ്ഥലങ്ങളെ കർത്താവെ അതിൽ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം അനേകരെ ഉപയോഗിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാത്തിനേക്കാൾ ഉപയോഗി കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഈ മെസ്സേജസ് കർത്താവെ അടിയന്റെയും മറ്റ് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് വിടുതലിന്റെ ഒരു സന്ദേശം കൂടെ കർത്താവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവെ യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയുവാൻ, രക്ഷ പ്രാപിച്ചിട്ടില്ലാത്തവർ രക്ഷ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കർത്താവ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കണമെന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാത്തിനേക്കാളും ഉപരി കർത്താവ് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് കർത്താവെ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് കർത്താവ് മാറ്റിയതിനായിട്ട് നമ്മോട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഒരു ദിവസങ്ങളും കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവം ചെയ്യുന്ന കർത്താവ് അനേകരുടെ സാക്ഷ്യങ്ങൾ ഇതിലൂടെ ലോകം കേൾക്കുവാൻ കർത്താവെ പലർക്കും അനുഗ്രഹമായി ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഒരിക്കലും കർത്താവെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങനെ ഓരോ താമസങ്ങളിൽ കർത്താവെ ഈ മെസ്സേജ് കേട്ട ഈ സാക്ഷ്യങ്ങളുടെ പലരെയും കർത്താവെ നിങ്ങൾ കൂടുതൽ കാണുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവർ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭൂതാനെയും കർത്താവെ ആസാദെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വലിയ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനകളൊക്കെ സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.